ഹായ്. അപ്പോൾ നമ്മളെ കഴിഞ്ഞ ദിവസം സംസാരിച്ചല്ലോ, നമ്മൾ മീറ്റിംഗ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പുള്ളി ഒന്ന് വിളിക്കട്ടെ. പുള്ളിക്ക് നമ്മൾ മീറ്റിംഗ് ഇട്ടിട്ട് വിളിക്കാമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം എടുക്കുന്നില്ല, എന്താണ് സംഭവം എന്നറിയത്തില്ല. 10 മണിക്ക് മീറ്റിംഗ് പറഞ്ഞിരുന്നു. ഓക്കെ, അദ്ദേഹം സീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്യുമായിരിക്കും. കായൽ പരവശം എന്നവളെ അടി എന്നവളെ. എന്താ പറ്റിയതെന്ന് അറിയത്തില്ല, പുള്ളി ഇത്തിരി ഡിലേ ആവുന്നുണ്ട്. പനിമേലെ പനിത്തുളി ഇത് താനേ മുതൽ വലി. ഓക്കെ, പുള്ളി വന്നിട്ടുണ്ട്. ഹായ്, നമസ്കാരം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ നമസ്കാരം പറയാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നമസ്കാരം പറയാം കേട്ടോ. അതൊന്നും നിങ്ങളുടെ ക്യാമറ ഒരു ക്ലാരിറ്റി ഇല്ലല്ലോ. ക്യാമറയ്ക്ക് ലെൻസ് വെക്കണോ? ക്യാമറയ്ക്ക് എന്ത് പറ്റി? ക്യാമറ ഒരു ഇപ്പൊ ശരിയായി. ഓക്കെ അല്ലേ? ക്യാമറ ഒരു എന്തോ ഒരു ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഇനി നമസ്കാരം പറയാലോ അല്ലേ? അപ്പൊ എന്തായാലും എനിക്ക് സത്യം പറയുന്ന ഭയങ്കര ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഫോണിൽ സംസാരിച്ചെങ്കിലും നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസും വിശ്വാസവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉറപ്പിച്ചു വെച്ചിരുന്നൊരു കാര്യം, ആരൊക്കെ ഇനി ഇതിന്റെ അകത്തുനിന്ന് പുള്ളിക്കെതിരെ തിരിഞ്ഞാലും നിങ്ങൾ തിരിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അങ്ങനത്തെ ഒരു ഞാൻ പറഞ്ഞ കേൾക്കാമോ? സൗണ്ട് തീരെ കുറവാണ്. കുഴപ്പമില്ല, കേൾക്കാമായിരുന്നു, പക്ഷെ സൗണ്ട് തീരെ കുറവാണ്. എന്റെ മൈക്രോഫോണിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ കേൾക്കാമല്ലേ? ഓക്കെ അല്ലേ? കേൾക്കാം. ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ എന്റെ അല്ല, ഞാൻ ഇപ്പോഴും ആൾക്ക് ഞാൻ എഗെയിൻസ്റ്റ് അല്ല. ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ ഒരു വിഷയത്തിൽ ആൾക്ക് കുറെ അധികം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയ ഒരു ഉപജാപക സംഘം ആളുടെ ചുറ്റുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതുവരെ ആൾ എന്നെ കേൾക്കുകയോ ഞാൻ ആളോട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അയച്ച കുറച്ച് മെസ്സേജുകൾ ആളുടെ ഈ വാട്സാപ്പ് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ പറയുമല്ലോ, എല്ലാവർക്കും ഒരു ബാഡ് ടൈം ഉണ്ട്. അപ്പോൾ ഈ വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയില്ലേ, അത് എല്ലാവർക്കും ബാധകമാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അത് ഇപ്പൊ എനിക്കും ആൾക്കും ഒരേപോലെ വിനാശകാലമാണെന്ന് ഞാൻ ധരിക്കുന്നു. കാരണം
ആ സമയത്താണല്ലോ നമ്മൾ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്ക് നമ്മളെ വിധേയരാവേണ്ടി വരുന്നത്. അല്ല ഇതിലിപ്പം ശരിക്കും പറയുന്നാല് എന്തായിരുന്നു സത്യം സാർ? ഇപ്പൊ ഞാൻ എന്റെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വെള്ളിയാഴ്ച തൊട്ട് ഉം. ഇതിന്റെ റീഫണ്ടിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ആളുകളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ പ്രാവശ്യം നിങ്ങൾ മൊത്തത്തിൽ ഇന്റർവ്യൂ ആണ്, ചർച്ച ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ അല്ല പറയാനുള്ള അല്ല ആളാണ്. അല്ല ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെ മുമ്പ് മുമ്പ് അപ്പൊ ഞാനിപ്പോ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒന്നും വെക്കാതിരിക്കാൻ കാരണം, ഇപ്പൊ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഫോട്ടോ വെക്കുകയാണെങ്കിൽ ബാലസുബ്രഹ്മണ്യന്റെ ഫോട്ടോ വെക്കണം. ആ അതായത് മയിലും വേലും ഉള്ള ബാലസുബ്രഹ്മണ്യന്റെ ഫോട്ടോ വെക്കണം. അപ്പൊ അത് ഞാൻ വെച്ചിന്ന് വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ, ഞാൻ ഇന്നിപ്പോ ആളുടെ ഒരു അനുയായി എന്നുള്ള രീതിയിലേക്കായിരിക്കും ഞാൻ ഇന്ന് വരിക. ഇന്ന് ഞാനിപ്പോ അന്ന് പുറത്ത് ഇറങ്ങിയതാണല്ലോ, ഇന്നല്ല, കുറച്ച് ദിവസമായിട്ട്. കഴിഞ്ഞ അതായത് ഞാൻ ഇന്നലെ 11 മണി വരെയാണ് അവർക്ക് സമയം കൊടുത്തത് റീഫണ്ട് ചെയ്യാനായിട്ട്. അതായത് എക്സ്പെഡീഷനിലുള്ള എമൗണ്ട് റീഫണ്ട് ചെയ്യാനായിട്ട്. അതിനകത്ത് സമയാസമയങ്ങളിൽ ആള് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ. അതായത് ഇപ്പൊ നമ്മളിപ്പോ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുമല്ലോ. ആ അപ്പൊ താങ്കൾ രാവിലെ എന്താ കഴിക്കുക? സാധാരണ ഇഡ്ഡലി, ദോശ, വട എന്നൊക്കെ പറയുന്ന പോലെ. ദോശയെ കഴിക്കും. ഉച്ചയ്ക്ക് അത് തന്നെ കഴിക്കുമോ? ഇല്ലല്ലോ. ഇല്ല, ഉച്ചക്ക് വൈകിട്ട് വേറൊരു ഫുഡ് ആയിരിക്കുമല്ലോ. വൈകിട്ട് ചിലപ്പോ ഉച്ചക്കത്തെ ചോറൊക്കെ തന്നെ ആയിരിക്കും. എനിവേ, അതുപോലെ ഇന്ന് ചായക്ക് കഴിച്ചത് നമ്മൾ നാളെ ചായക്ക് കഴിക്കും. ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു വ്യത്യസ്തത നമ്മൾ പുലർത്തും. നോർമലി ആളുടെ അങ്ങനെയാണല്ലോ എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മളൊരു ആള് ആ ഡിഫറൻസ്. വ്യത്യ ആ വ്യത്യസ്തത ആളുടെ അഭിപ്രായങ്ങൾ പുലർത്തുന്ന ആളാണ്. ഒരഭിപ്രായം ഇല്ല. അത് അതൊരു കോമഡിയാണല്ലോ. ആ, ഒരു അഭിപ്രായത്തിൽ ആള് ഉറച്ചു നിൽക്കില്ല. അതായത് നമ്മുടെ മറ്റേ സിനിമയിൽ പറയുന്നത്, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണമെന്ന് പറയില്ലേ ഈ കോമഡി ഇതിൽ പറയുന്നത്. അതുപോലെയാണ്. അതായത് ഇന്നൊന്ന് പറയും, അതേ കാര്യം നാളെ വേറെന്ന് പറയും. എന്നിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ല ശരി, ഇന്ന് പറഞ്ഞാണ് ശരി, ഇന്ന് വേറൊന്ന് പറയാം. അതായത് ഇപ്പൊ ഇദ്ദേഹം ഒരു പേര് മാറ്റിയിട്ട് അദ്ദേഹത്തിന്റെ മൊഹസാൻ എന്ന പേര് മാറ്റി. പേര് മാറ്റിയ ശേഷം ആൾ ഉടനെ അനൗൺസ് ചെയ്യുന്നു, എനിക്കിപ്പോ പേരില്ല എന്ന് പറയുന്നു. അത് കണ്ട് അവിടുത്തെ കുറെ അടിമകൾ സ്വന്തം പേര് മാറ്റി, പേരെ ഇല്ലാതെയാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി, എന്റെ പേര് മൊഹസാൻ എന്ന് മാറ്റി, ഞാൻ ഇനി മുതൽ എന്നെ നിങ്ങൾ ലാസാഗു എന്ന് വിളിക്കൂ എന്ന് പറഞ്ഞു. എന്ത് വിളിക്കാം? ലഘുതമ സാധാരണ ഗുണിതം, നമ്മള് സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പൊ അത് കുറച്ച് പിന്നെ അത് കുറെ ആൾക്കാർ കുറെ സമയം അത് വിളിച്ചു ആളുകൾ. അത് വിളിച്ചു കഴിഞ്ഞപ്പോ, ഇനി നിങ്ങൾ എന്നെ ജീസസ് എന്ന് വിളിച്ചാൽ മതി. അപ്പൊ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് 3 നേരത്തെ ഭക്ഷണമായല്ലോ. ഞാനിത് തമാശ പറഞ്ഞല്ല, സംഭവിച്ചതാണ്. ഇത് കേൾക്കുമ്പോ എനിക്ക് ചിരി വരുന്ന മറ്റൊന്നും കൊണ്ടല്ല. അല്ല, നമ്മൾ ഇങ്ങനെ പറഞ്ഞില്ല എന്താ ഈ ഇന്റർവ്യൂ വളരെ സീരിയസ് ആവും. അത് അങ്ങനെ ആവാൻ പാടില്ല. അല്ല, അതുകൊണ്ടാണ് ഞാനും പറയുന്നത്. ഇപ്പം താങ്കളുടെ മാനസികാവസ്ഥ, ബാക്കിയുള്ള കാര്യങ്ങള്, അതായത് ഈ ഒരു ബിലീഫ് സിസ്റ്റത്തിൽ ഉണ്ടാകാവുന്ന ഒരു ഇടിച്ചില് മനുഷ്യനെ ചിലപ്പം പെട്ടെന്നുള്ള തീരുമാനങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുപ്പിക്കും. അപ്പൊ അത് ഒരു റിയലൈസ് ചെയ്യാൻ ഞാനൊരു കാരണമായി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എന്നോടുള്ള ഒരു കോൺവെർസേഷനിൽ നിന്നും, ഞാൻ വളരെ പൊളൈറ്റ് ആയിട്ട് താങ്കളോട് ഇടപെട്ടതിൽ നിന്നും താങ്കൾക്ക് കിട്ടിയ കുറച്ച് എന്താ പറയാ, ഒരു പ്രിക്വേഷൻ, ഇതിലേക്ക് ഇനിയും പോയെന്നാൽ എന്താകും, ഇനിയും ഞാൻ ഇങ്ങനെ അന്ധമായിട്ട് അനുകരിച്ചുകൊണ്ടിരുന്നതല്ലേ പൈസ. അല്ല ഞാൻ അതിനകത്ത് കയറുമ്പോ തന്നെ ഞാൻ പ്രിക്കോഷൻ സ്റ്റെപ്സ് ഒക്കെ എടുത്തിരുന്നു. അതായത് എനിക്ക് നല്ലൊരു സൈക്യാട്രിസ്റ്റിന് കേരളത്തിൽ പഠിക്കുന്ന കാലത്ത് ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള ഒരുപാട് സൈക്യാട്രിസ്റ്റ് സിനിമകൾക്കൊക്കെ നല്ല രീതിയിൽ ഉപദേശം കൊടുത്തിട്ടുള്ള, അത്ര ഒരു സിനിമ നിർമ്മിച്ചിട്ടുള്ള ഒരു സൈക്യാട്രിസ്റ്റിന്റെ ഉപദേശം തേടിയിട്ടാണ് ഞാൻ അതിനകത്ത് കയറുന്നത്. കാരണം ഞാൻ എടുക്കാൻ പോകുന്ന വലിയ ടഫ് ടാസ്ക് ആണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഒരു സ്പിരിച്വൽ റൂമിലേക്ക് കയറുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷണറി സ്റ്റെപ്പുകൾ എടുക്കണം, അവിടെ അവരത് നമ്മളിലേക്ക് ചില ആജ്ഞകൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അതായത് നമ്മളിപ്പോൾ അവിടെ ഈ ഒരു കൈ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മറ്റേ കൈയും അതിന്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ കൈ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അങ്ങനെ നമ്മൾ ആ ഒരു പ്രാക്ടീസ് ചെയ്തിട്ട് വേണം അവിടെ കയറാൻ എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ അത് ഞാൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചെങ്കിൽ അതുകൊണ്ട് എന്താ വെച്ചാൽ അവര് വീഴ്ത്താൻ ശ്രമിക്കുന്ന അവിടെയൊന്നും നമ്മൾ വീഴാതെ, അവിടെയൊക്കെ നമ്മൾ കരയിൽ നിന്ന് നമ്മൾ
പടം കാണുമായിരുന്നു. അപ്പൊ ഒരു കോമഡി സിനിമ കാണുന്ന പോലെ നമുക്കത് കാണാൻ പറ്റുന്നുണ്ടാണ്. ഇതില് ഒപ്പം തന്നെ ഇതിനകത്ത് നമ്മൾ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇതൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ലെന്ന് നമ്മൾ കൃത്യമായിട്ട് ഇവരെ നമ്മൾ ഫോളോ ചെയ്യുന്നു എന്ന് അഭിനയിച്ച് കാണിക്കണമായിരുന്നു. അതൊരു വലിയ ടാസ്ക് ആയിരുന്നു. ഇപ്പൊ കഴിഞ്ഞ മീറ്റിംഗിൽ ഞാൻ വന്ന് പറയുമ്പോഴും ഞാൻ ആളുടെ ഒരു കടുത്ത എന്താ പറയുക വിശ്വാസിയാണെന്നുള്ള രീതിയിൽ എനിക്ക് സംസാരിച്ച് അത് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ വിജയം. തീർച്ചയായിട്ടും. അല്ല, എനിക്ക് താങ്കളുടെ സൈഡിൽ നിന്ന് മെസ്സേജ് വരുമ്പോൾ പോലും ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ മൊഹസാന്റെ ഒരു അനുയായി എന്നെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന 1000 പേരുടെ ഇടയിൽ നിന്ന് നിങ്ങളും എന്നെ തെറി വിളിച്ചുകൊണ്ട് തന്നെയാണ് ആക്ച്വലി മെസ്സേജ് അയക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് അപ്പോഴൊന്നും അതെനിക്കൊരു ഇൻഫർമേഷൻ ആണ്, അതിനേക്കാളും ഉപരി ഞാൻ നിങ്ങൾ ഒരു അടിമയാണ് എന്നൊരു കോൺസെപ്റ്റ് തന്നെയാണ്, അന്തമാണ് എന്ന് തന്നെ നിങ്ങൾ പല പ്രാവശ്യവും പറഞ്ഞു. നമ്മുടെ മീറ്റിംഗിൽ വന്നപ്പോഴും പറഞ്ഞു. അപ്പോ തീർച്ചയായിട്ടും നമുക്കിനി അന്തമായി കൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം. എന്നിട്ട് പിന്നെ റിയാലിറ്റിക്ക് അങ്ങനെ മാറിപ്പോവാം. എന്താന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ അന്തമായിരിക്കുമ്പോൾ ആൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാല്, നിങ്ങള് ഇനി എന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കണ്ണുകളടച്ച് നിങ്ങൾ സൃഷ്ടാവിനോട് പറയുക, എന്താണ് സത്യം എനിക്ക് കാണിച്ചു തരൂ എന്ന് പറയുക എന്ന ആള് പറഞ്ഞു ഒരു ദിവസം. അപ്പോൾ ഞാൻ എന്താണ് സത്യം എന്ന് എനിക്ക് കാണിച്ചു തരാൻ പറയുമ്പോൾ ഞാൻ എന്താ പറയാ, ഇങ്ങോട്ട് പറയുന്നത് സത്യമാണോ എന്ന് കാണിച്ചു തരാനല്ലേ പറയാ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ അടുത്ത പരിപാടി എന്താന്ന് വെച്ചാല്, ഇങ്ങോര് അടുത്ത ആഴ്ച വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇനി ഇവിടെ ഉണ്ടാവില്ല, നിങ്ങൾ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇങ്ങോര് പുറത്തുപോയി. ഇങ്ങോര് പുറത്തു പോകേണ്ട കാരണം എന്താ വെച്ചാൽ ഇടയ്ക്ക് ചോദിക്കാൻ, ഈ ഷർട്ട് ഓർമ്മയുണ്ടോ? അതെ, എനിക്ക് ഓർമ്മയുണ്ട്. ഈ ഷർട്ടാണ് ഞാൻ ഈ ഷർട്ട് ഇട്ട വീഡിയോ 51,000 രൂപയും മദ്യവും ഒക്കെ കഴിക്കുന്ന വീഡിയോ ഞാൻ ചെയ്തതിന്റെ തൊട്ട് പിന്നത്തെ ദിവസമാണ് അവര് വീഡിയോ മുഴുവൻ പുറത്തു പോയത്. അപ്പൊ ഈ ചാനലെല്ലാം ഡിലീറ്റ് ചെയ്ത് ആള് പെട്ടെന്ന് പോയപ്പോ എന്താന്ന് വെച്ചാല്, നമ്മള് അവിടെ ഒരു ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്. ടാസ്ക് ഫോഴ്സ് അവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ ഈ സകല ഗ്രൂപ്പുകളിലും കയറി അവിടെ കിട്ടാവുന്ന സകല ഫോൺ നമ്പറും പെറുക്കിയെടുക്കുക, അവരെയൊക്കെ ഫോണിൽ വിളിച്ചത് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അത് വന്ന് കൺട്രോൾ എന്ന് പറയും, മോർണിംഗ് പ്രെയർ. ഈ മോർണിംഗ് പ്രെയർ കഴിയുമ്പോഴാണ് അവർക്കൊരു ലിങ്ക് അയച്ചു കൊടുക്കുന്നത്, നിങ്ങൾ ഒരു ഗ്രൂപ്പിലേക്ക് വരും, ആ ഗ്രൂപ്പിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് എക്സ്പെഡിഷനിലേക്ക് കയറണമെങ്കിൽ എക്സ്പെഡിഷൻ പിന്നെ വേറൊരു തലമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ്പെഡിഷനിലേക്ക് കയറണമെങ്കിലാണ് ഈ 50,000 റുപ്പീസിന്റെ ഒരു എമൗണ്ട് 49,999 അതുപോലെ 50,999 ഇങ്ങനെയൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ വരുമ്പോൾ 49,999 ആയിരുന്നല്ലോ. അപ്പൊ ഞാൻ ആ എമൗണ്ട് കൊടുത്തിട്ടാണ് ഞാൻ കയറുന്നത്. ഓക്കെ, അടുത്തൊരു ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഞാൻ ഇനി ഇവിടെ ഇല്ല, എന്റെ ഫോട്ടോ വെച്ച് പ്രയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്തപ്പോ നമ്മൾ റെഫറൻസ് കൊടുത്ത ആളുകളും അതുവരെ മോർണിംഗ് പ്രയർ ചെയ്യുന്ന ആളുകളൊക്കെ പാനിക്കായി പോയി. അപ്പൊ ഇവരൊക്കെ വിളിച്ചു തുടങ്ങി നമ്മളെ. ഇവരൊക്കെ വിളിച്ചു തുടങ്ങിയപ്പോ ഇദ്ദേഹത്തോട് അപ്പൊ അവർക്ക് വേണ്ടി ഒരു സൂം മീറ്റിംഗ് ഇട്ടിട്ട് ഇദ്ദേഹം ഉടൻ തിരിച്ചു വരും, അടുത്ത വ്യാഴാഴ്ച വരെ വെയിറ്റ് ചെയ്യൂ എന്ന് പറയാനായിട്ടാണ് നമ്മൾ സൂം മീറ്റിംഗ് വിളിച്ചത്. അപ്പൊ ഈ സൂം മീറ്റിംഗ് നമ്മൾ വിളിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തോട് പെർമിഷൻ ചോദിക്കണമല്ലോ. പെർമിഷൻ ചോദിക്കാനായിട്ട് ഇദ്ദേഹം പറഞ്ഞ വഴി എന്താണ്? കണ്ണുകൾ അടയ്ക്കൂ, എന്നോടൊന്നും ചോദിക്കണ്ട, മോളുടെ സൃഷ്ടാവിനോട് ചോദിക്കൂ, അദ്ദേഹം നിങ്ങൾക്ക് വഴി കാണിച്ചു തരും. അപ്പൊ സൃഷ്ടാവിനോട് ചോദിച്ചപ്പോ സൃഷ്ടാവ് തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പൊ അത് തുടങ്ങിക്കോളാൻ പറഞ്ഞു. നമ്മൾ സൂം മീറ്റിംഗ് തുടങ്ങി. ഇവിടെ ക്ഷണിച്ച ഓരോരുത്തരോടും പറഞ്ഞു, നിങ്ങൾ അങ്ങോരോട് സൃഷ്ടാവിനോട് നിങ്ങൾ പെർമിഷൻ ചോദിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞെന്താ വെച്ചാൽ, ഞാൻ ചോദിച്ചു, ആള് പൊയ്ക്കോളാൻ പറഞ്ഞു എന്നാ പറയണത്. ഇദ്ദേഹം അയാൾക്ക് പോകാൻ പെർമിഷൻ കൊടുത്തത്രേ. ഓക്കെ, എല്ലാവരും വന്നു, ഇരുന്നു, ഇദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചു, പ്രയർ ചെയ്തു, ഭയങ്കര വൈബായിരുന്നു എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഈ പവർ കിട്ടി. കാരണം പവർ എൻ്റെ ഉണ്ടല്ലോ, നിറയുണ്ട്. ഞാൻ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ പവർ. എൻ്റെ ധാരാളം പവർ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തരാൻ കുറച്ച് പവർ. അല്ല, ഞാൻ ഓൾറെഡി നിങ്ങൾ വേണേ എനിക്ക് തരാമല്ലോ പവർ. എനിക്ക് പോകുമ്പോൾ കുറച്ച് പവർ കുറവുണ്ടെങ്കിൽ കുറച്ച് പവർ തരൂ. നമ്മളെ ഉള്ളത് ഇഷ്ടം പോലെ കൊടുക്കാൻ. 25,000 വോൾട്ട് ആണ്. അപ്പൊ എനിക്ക് ഒരു 25 വോൾട്ട് കൊണ്ട് കാര്യമില്ല. അതെ, കാരണം പിന്നെ ഇത് പ്രധാനമായിട്ട് എനിക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട് ഈ പ്രാവശ്യം ഒരു ഇന്റർവ്യൂ. അത് ചോദിക്കാം. പക്ഷെ എന്താ വെച്ചാല്
ഈ കഥ മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ രസമാണ്, അതിന്റെ രസം മനസ്സിലാവും. ഞാൻ രാവിലെ ഒരു ഭക്ഷണം, ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം, വൈകിട്ട് ഒരു ഭക്ഷണം എന്ന് പറയാൻ കാരണം, അപ്പൊ ആദ്യം വന്ന് പറയുന്ന എന്റെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചാൽ മതി, നേരിട്ട് എല്ലാം ചോദിച്ചാൽ മതി, ഒന്നും എന്നോട് ചോദിക്കേണ്ട എന്ന് പറയുന്ന ആള് രണ്ടാമത് പറയുന്നത് അങ്ങനെ ചോദിച്ചു ആളുകളെ വിളിച്ചൊരു സൂം മീറ്റ് വെച്ച് അവർക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, അദ്ദേഹം അടുത്ത വ്യാഴാഴ്ച വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയുമെന്ന് ബുധനാഴ്ച പറയുന്നു. ആ ബുധനാഴ്ചയാണ് എന്നെ പുറത്താക്കുന്നത്. എന്താ കാരണം വെച്ചാൽ ഞാൻ മുകളിൽ നിന്ന് നേരിട്ട് ചോദിച്ചത് ശരിയായില്ല, ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചില്ല എന്നാ പറയുന്നത്. അപ്പോ രാവിലെ കഴിച്ചതല്ല ഉച്ചയ്ക്ക് കഴിച്ചതെന്നുള്ളത് മനസ്സിലായില്ലേ? മനസ്സിലായി. ഉച്ചയ്ക്ക് വെറൈറ്റി ഫുഡ് വന്നു. അപ്പൊ ബുധനാഴ്ച ആകുമ്പോഴത്തേക്കും ആൾക്ക് വേറെ അഭിപ്രായം വന്നു, വേറെ താല്പര്യം വന്നു. അങ്ങനെ വ്യാഴാഴ്ച എക്സ്പെഡീഷനിൽ വരികയാണ്. വ്യാഴാഴ്ച അദ്ദേഹം എക്സ്പെഡീഷനിൽ വന്നിട്ട് എന്റെ കൂടെ ഇരുന്ന 10-13 പേരെയും അപ്പൊ തന്നെ പിടിച്ച് പുറത്താക്കി. പുറത്താക്കിയ ശേഷം അറ്റൻഡ് ചെയ്ത ആളുകളെ മുഴുവൻ പുറത്താക്കിയ ശേഷം പിന്നെ അടുത്ത ആളുടെ പ്രഖ്യാപനം എന്താന്ന് വെച്ചാൽ ഇദ്ദേഹം എക്സ്പെഡീഷനിലെ ആളുകളിൽ നിന്ന് പൈസ വാങ്ങിച്ച് എക്സ്പെഡീഷൻ ചെയ്യാൻ പാടില്ലായിരുന്നു അത്ര. അത് ഇദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കുന്ന മുകളിലെ ശക്തികൾക്ക് ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് എക്സ്പെഡീഷനിൽ കയറാനായിട്ട് ആർക്കൊക്കെ പൈസ തിരികെ വേണോ അവർക്കൊക്കെ നമ്മൾ പൈസ തിരികെ കൊടുക്കും. അതായത് കഴിഞ്ഞ ഇതില് നമ്മൾ പറഞ്ഞത് 1200 പേര് ഉണ്ടെന്നല്ലേ? അതെ. ഈ 1200 പേർക്ക് പൈസ കൊടുക്കാന്ന് തന്നെ പുള്ളി പറഞ്ഞു ഓപ്പൺ ആയിട്ട്. പൈസ തിരികെ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് എന്റെ ബലമായിരുന്നത്. പക്ഷെ അവിടെ ആളൊരു ക്ലോസ് ഇട്ട് വെച്ചെന്താന്ന് വെച്ചാല് ആർക്കൊക്കെ വേണം അടുത്ത ചോദ്യമാണ്. അതൊരു തെറ്റായ നിലപാടല്ലേ സാറേ? അതെ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഭക്ഷണം മാറി. ഞാൻ ഭക്ഷണം എന്ന് പറയുന്നത് ആ വാക്കിലെ വ്യവസ്ഥയാണ് പറയുന്നത്. അത് മാറി. കാരണം ഞാൻ പൈസ കൈപ്പറ്റിയ തെറ്റാണെങ്കിൽ എല്ലാവർക്കും തിരികെ കൊടുക്കുന്നതിന് പകരം ഇതിൽ ആർക്കൊക്കെ വേണം ചോദിക്കുന്നവർക്ക് തിരികെ കൊടുക്കാം. അടുത്തത് അപ്പൊ ഒരു 10 പേര് കൈവത്തിന്റെ അഡ്വാൻറ്റേജ് ആണ്. ദൈവം അറിയിച്ച ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഞാനൊന്ന് നമ്മുടെ പ്രേക്ഷകർക്കും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ 1200 പേരുടെയും പൈസ വാങ്ങിയത് തെറ്റായി പോയി എന്ന് പുള്ളിക്ക് മേളിൽ നിന്ന് ഒരു അറിയിപ്പ് കിട്ടി. ആ അറിയിപ്പ് റിവേഴ്സ് ചെയ്യാൻ, അതായത് ആ ഒരു തെറ്റ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി അവർക്കൊക്കെ പൈസ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ സ്ഥലത്ത് പുള്ളി ചോദിക്കുകയാണ് ആർക്കൊക്കെ പൈസ വേണം. അപ്പൊ തെറ്റ് എന്ന് പറഞ്ഞ സാധനം പിന്നെ അവിടെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ലല്ലോ. പൈസ ആർക്കൊക്കെ വേണമെന്നല്ലോ, കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. വേണം. അതെ. അപ്പൊ പൈസ ആർക്കൊക്കെ വേണമെന്നായി അടുത്ത ചോദ്യം. അപ്പോ അവിടെ ഇരിക്കുന്നവരിൽ ഒരു 10 പേര് മാത്രമേ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് ഇന്നലത്തെ എക്സ്പെഡീഷനിൽ 10 പേര് കൈ പൊക്കിയിട്ടുണ്ട്. അപ്പോഴത്തെ നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ വന്നു കഴിഞ്ഞല്ലോ. ഇത് ഞാൻ സാറിനോട് ചോദിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ സാറ്? അല്ല ഇനിയാണ് ഈ കഥയിൽ അടുത്ത ട്വിസ്റ്റ്. ഇത് ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. അതായത് 10 പേര് അല്ല ഈ 10 പേര് കൈ പൊക്കിയ സമയത്ത് അടുത്ത ഓപ്ഷൻ വരികയാണ്. അതായത് ഈ 10 പേര് ഇതുവരെ എത്ര എക്സ്പെഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ആ പൈസ കുറച്ചിട്ട് ബാക്കി കൊടുക്കുന്നു. അതായത് 50,000 രൂപയായിരുന്നെങ്കിൽ നോർമലി ഒരു 12 മാസത്തേക്കല്ലേ? അപ്പൊ 60,000 ഒരു മാസം 2,000 രൂപ വെച്ച് അപ്രോക്സിമേറ്റ്ലി നല്ല 1,500 രൂപ എന്ന് വെക്കാം. 1,500 രൂപ. അപ്പൊ ഒരു എക്സ്പെഡീഷന് എനിക്ക് വേണ്ടത് 1,500 രൂപയാണ്. ഓക്കെ, ആ 1,500 രൂപ ഞാൻ വാങ്ങിക്കുന്നത് തെറ്റാണെന്നതുകൊണ്ട് മോളിലിരിക്കുന്ന സൃഷ്ടാവ് എന്നെ ശിക്ഷിച്ചു കഴിഞ്ഞു. എൻ്റെ നിന്നുള്ള പവറൊക്കെ എടുത്തു മാറ്റി. ഓക്കെ, ആ എടുത്തു മാറ്റിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ബാലമുരുകനെയും മയിലിനെയും വേലും വെച്ചിട്ടുള്ള സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കാൻ പറയുന്നത്. ബാലസുബ്രഹ്മണ്യൻ പ്രാർത്ഥിക്കാൻ പറയുന്നത്. അതുകൂടാതെ ക്രൈസ്തവർ കർത്താവിനെ പ്രാർത്ഥിക്കുക. ഇസ്ലാമുകൾക്ക് എന്താണ് നമ്മുടെ അല്ല ഖിദിർന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം, ഖദിർന്നോ അങ്ങനെ അപ്പൊ അങ്ങനെ ഉണ്ടാവാം. കുറെ എണ്ണം ഉണ്ടല്ലോ. അപ്പൊ അത് ഇസ്ലാമിൽ ഒന്നേ ഉള്ളൂ, അള്ളാഹു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റേ ഉള്ളൂ പറയുന്നുള്ളൂ. ഇതിപ്പോ ഇദ്ദേഹം എന്ന് പറയുമ്പോ അള്ളാഹുവിനെ ഇങ്ങോട്ട് അയച്ച ആളുടെ കയ്യിൽ നിന്നുള്ള ആളല്ലേ. അപ്പൊ അതിന് ഞാൻ പറഞ്ഞു വന്ന, അപ്പൊ ആ ഒരു എല്ലാ പവറും പോയി, ഇനി എന്നെ ആരും നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആൾക്ക് പണം വാങ്ങിയത് തെറ്റായിപ്പോയി. ആ തെറ്റായി പോയത് കൊണ്ട് എല്ലാവർക്കും തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞത് മറ്റൊരു തെറ്റായിപ്പോയി.
ആ തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് അബദ്ധമായി പോയപ്പോൾ ആർക്കൊക്കെ വേണമെന്നുള്ള ചോദിച്ചു, അത് വേറൊരു തെറ്റായിപ്പോയി. ഇനി നാലാമത്തെ പ്രശ്നം, മൊത്തത്തിൽ തെറ്റി. അതിലും കഴിഞ്ഞ എക്സ്പീഡിഷന്റെ കാശ് മുഴുവൻ കുറച്ചിട്ട് കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ അത് അഞ്ചാമത്തെ തെറ്റായിപ്പോയി. അപ്പൊ ഈ ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നത്, നാളെ പറഞ്ഞതല്ല മറ്റന്നാൾ പറയുന്നത്. ഇതൊക്കെ പറഞ്ഞ ശേഷം നീ അപ്പൊ മോളിന്ന് ദൈവം അല്ലെങ്കിൽ സൃഷ്ടാവ് ആളോട് ചോദിച്ചു, നീ എന്നെ തൂക്കി വിറ്റ് കാശ് വാങ്ങിച്ചില്ലേടാ എന്ന് ചോദിച്ചതുപോലെ ആൾ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ 1 രൂപ പോലും വാങ്ങിക്കാതെ പ്രയർ കൊടുത്ത ആൾക്കാരോട് ഞാൻ ചെയ്തത്, ഞാൻ അദ്ദേഹത്തോട് ചെയ്ത് അദ്ദേഹത്തെ തൂക്കി വിറ്റതാണ് അത്ര. അല്ല അപ്പോ ഇത് ആ മെയിൻ പൈപ്പ് ലൈനിൽ നിന്നല്ലേ നിങ്ങൾ ഈ പവർ പിടിച്ചെടുത്തേക്കുന്നേ? മേളിൽ നിന്ന് നേരിട്ട് വരുന്ന അതെ, പൈപ്പ് അത് ലൈൻ. ശരിയാണ്, അത് ശരിയാണ്, അത് ശരിയാണ്. പക്ഷെ ഞാൻ തൂക്കി നോക്കിയിട്ടില്ല, വിറ്റിട്ടുമില്ല. അല്ല ഞാൻ കിട്ടിയ ഞാനത് സൗജന്യമായിട്ടാണ്. ഇന്റർവ്യൂ ആയിട്ട് തന്നെ പോവാണ്. അപ്പൊ ഞാൻ ചോദിച്ചത്, ഇപ്പൊ ഇവിടെ ഒരു പൈപ്പ് ലൈനിൽ നിന്നാണല്ലോ പുള്ളിക്ക് വെള്ളം പിടിക്കുന്നത്, പുള്ളിക്ക് പവർ പിടിക്കുന്നത്. അതെ, അപ്പൊ അതിന്റെ അതെ, മാസ്റ്റർ മെയിൻ ടാങ്കിൽ നിന്നുള്ള പവർ അല്ലേ നിങ്ങളും പിടിച്ച് ഈ നിങ്ങളുടെ കൂടെ വന്ന ആളുകൾക്ക് അതെ, കൊടുത്തത്? അതെ, അതെ, അപ്പൊ ഞാൻ കൊടുത്തത് മെയിൻ അല്ലാതെ ടാങ്കിനാണ്. പുള്ളിയുടെ പവർ എടുത്തിട്ടല്ലല്ലോ കൊടുത്തേക്കുന്നത്. അല്ല, പുള്ളിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പുള്ളി അത് പവർ വരണമെങ്കിൽ ആളുടെ സാന്നിധ്യമാണല്ലോ. ഒരു പ്രസൻസ് വേണം. ഇടയിൽ അങ്ങനെയാ. പ്രസൻസ് ഉണ്ടായിരുന്നു, ആളുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആളുടെ പ്രസൻസ് നമ്മൾ വിളിച്ചപ്പോൾ ആള് വന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. വിശ്വാസമാണ്, അതാണല്ലോ എല്ലാം. അതെ. പക്ഷെ ഈ കാര്യം ഇവിടെ വന്നതും പവർ കൊടുത്തതും അദ്ദേഹം വന്നിരുന്നതും അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നാ പറയുന്നത്. അതായത് നിങ്ങള് ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത്, നിങ്ങൾ പുള്ളിയെ ഇൻവൈറ്റ് ചെയ്തിട്ട് പുള്ളി നിങ്ങളുടെ മീറ്റിംഗിൽ പങ്കെടുത്തു. അതായത് നിങ്ങൾ കഴിഞ്ഞ മീറ്റിംഗ് പറഞ്ഞ പോലെ, നമ്മുടെ ചർച്ചയിൽ പറഞ്ഞ പോലെ, നിങ്ങൾ ഹൃദയം കൊണ്ട് വിളിച്ചു, പുള്ളി വന്നു. പിന്നെ പുള്ളി അത് അറിഞ്ഞിട്ടില്ല. ഇല്ല, അറിഞ്ഞിട്ടില്ല. അപ്പൊ അതാണ് അതിന്റെ സംഭവം. അപ്പൊ ഇതൊക്കെ എല്ലാം കൂടെ കൂട്ടുന്നപ്പോഴാണ് നമ്മൾ പറയുന്നത്, ഏതെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമായിരുന്നില്ല. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കണമെന്ന് ശരിക്കും എന്താ സംഭവിച്ചത്, ചാവി ഇപ്പൊ എവിടെ ഇരിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചാൽ മതിയായിരുന്നു. അതെ. അല്ല, നിങ്ങൾക്ക് കിട്ടിയ ഡയറക്ഷൻ അങ്ങനല്ലേ? നിങ്ങൾക്ക് നേരിട്ട് സൃഷ്ടാവുമായിട്ട് കണക്ട് ചെയ്തോളൂ, അവിടെ നിന്ന് എടുത്തോളൂ എന്നല്ലേ നിങ്ങളോട് പറഞ്ഞത്? അങ്ങനെ എന്നാണ് ആള് പറഞ്ഞത്. അപ്പൊ പിന്നെ നിങ്ങൾ അത് ചെയ്യുന്നതിൽ എന്തായിരുന്നു പ്രശ്നം? പുള്ളിക്ക് എന്താ ഈഗോ ഹർട്ട് ആവാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? ഈഗോ ഇല്ലല്ലോ. ഈഗോ ഒന്നും ഇല്ല ആൾക്ക്. സ്വന്തമായ നിലപാടും ഇല്ലല്ലോ. നിലപാട് ഇപ്പൊ പറഞ്ഞ പിന്നെ പറയുന്നില്ലല്ലോ. ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് പ്രശ്നം? അല്ല, അതെനിക്ക് മനസ്സിലായി. നിലപാടില്ലാത്തതാണ് പ്രശ്നം. ഈ പറഞ്ഞ എക്സ്പെഡീഷന് കയറിയ ആളുകൾക്ക് പൈസ കൊടുക്കണമെന്നും പിന്നെ അവര് കയറിയവർക്ക് ആർക്കൊക്കെ വേണമെന്നും ചോദിക്കുമ്പോ തന്നെ നിലപാടിലെ വ്യത്യസ്തത നമുക്ക് മനസ്സിലായി. കാര്യം അതിനുശേഷം ഞാൻ ഈ എക്സ്പെഡീഷനിൽ കയറിയ പൈസ തിരികെ തരൂ, റീഫണ്ട് തരൂ കൊടുത്ത ശേഷം എന്നോടും ചോദ്യം വന്നു. അതായത് നിങ്ങൾ എത്ര എക്സ്പെഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? 12 അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് അടുത്ത ദിവസം ആ പൈസ എടുത്തു തരണ്ടേ? 12 എന്ന് പറഞ്ഞാൽ 3 മാസം, 4 വ്യാഴാഴ്ച 3 മാസം അറ്റൻഡ് ചെയ്തു. ബാക്കി 9 മാസം കൂടി ഉണ്ട്, ഏകദേശം 9 മാസം കൂടി ഉണ്ട്. അപ്പൊ 1500 രൂപ വെച്ച് 12 എന്ന് പറയുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ്ലി ഒരു അത്യാവശ്യം ഒരു എമൗണ്ട് അവർ എടുത്തോട്ടെ അല്ലേ? ഒരു 18 രൂപ അല്ല അവർ തന്നെയല്ലേ? അല്ല, അവര് ഇതെന്താ പറഞ്ഞ വെച്ചാൽ, ഒന്നുകിൽ നിങ്ങൾക്ക് ഞങ്ങൾ 1 രൂപ പോലും തരില്ല എന്ന് പറയുക. അപ്പൊ കാര്യങ്ങൾ എളുപ്പമായി. അതെ. അല്ലെങ്കിൽ എക്സ്പെഡീഷന്റെ പൈസ പിടിച്ച ശേഷം ബാക്കി തരുള്ളൂ എന്ന് പറയാം. അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി. അല്ലെങ്കിൽ ഇതാ മുഴുവൻ പൈസയും പിടിച്ചോളൂ എന്ന് പറഞ്ഞു തരിക. അപ്പോഴും അതിനൊക്കെ നമ്മുടെ നാട്ടിൽ നിലപാടെന്ന് അന്നേരം പൊളൈറ്റ് ആയി, ജെന്യൂൻ ആയി, കാര്യങ്ങൾ കൃത്യമായിട്ട് മേളിൽ നിന്നുള്ള ഗൈഡ് ലൈൻ അനുസരിച്ചുള്ള പ്രവർത്തനമായി. പക്ഷെ ഇതിപ്പോ മാറ്റി അതായത് ശരിക്കും ചുരുക്കം പറഞ്ഞാൽ ഈ പൈസ ഇതുവരെ കിട്ടിയിട്ടുമില്ല, തരാനുള്ള പ്ലാൻ ഉണ്ടോ എന്നുള്ള കാര്യം അറിയത്തില്ല. തന്നാൽ തന്നെയും എക്സ്പെഡീഷനിൽ പങ്കെടുത്തത് കട്ട് ചെയ്തിട്ട് ബാക്കിയേ തരുത്തുള്ളൂ. അതെ. അതുപോലെ ഈ ഷെഫീഖ് എന്ന് പറയുന്ന ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു കക്ഷി ഉണ്ടല്ലോ, അയാളാണ് ഈ അദ്ദേഹം കോണ്ടാക്ട് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഇത് നിയന്ത്രിക്കുമ്പോൾ അയാൾക്ക് ഈ മറ്റാര് പൈസ തിരിച്ചു വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാലും അയാൾ നോട്ടഡ്, ഷുവർ, ഇൻഫോം യു ലേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് മെസ്സേജ് അയക്കാൻ അറിയാം തിരിച്ച്. ഇയാൾക്ക് ഞാൻ എന്തെങ്കിലും കൊടുത്താൽ മാത്രം ഇയാളുടെ ആ കീബോർഡ് വർക്ക് ചെയ്യില്ല. അത് നിങ്ങളുടെ പവർ കൂടിയിട്ടോ എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു ആക്സസ് വന്നപ്പോൾ നിങ്ങളുടെ പവർ കൂടിയിട്ടുണ്ടാവും. എന്റെ ഒരു അസംഷൻ ആണ്. നമ്മുടെ ഒരു ഇന്റർവ്യൂ എന്ന നിലയിൽ അത് പറയാൻ പാടുണ്ടോന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയാണ്. ചിലപ്പോൾ നിങ്ങളുടെ പവർ ഹൈ പവർ ആയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ മെസ്സേജ് അവിടെ ചെല്ലുമ്പോൾ മാഞ്ഞു പോകുന്നുണ്ടാവും. അല്ല, അപ്പൊ നിങ്ങൾ അതുകൊണ്ടാണോ നിങ്ങൾ ഈ ഒരു നിയമ നടപടിയിലേക്ക് പോയതിന്റെ പ്രധാന? അല്ല, നിയമ നടപടി എന്നത് ഞാൻ ഇപ്പൊ അവരെ പോലെ ഞാൻ 3000 വർഷം മുമ്പ് ജനിച്ച് അല്ലെ 3000 വർഷം മുമ്പ് ജീവിച്ച ഒരു സാഹചര്യത്തിലുള്ള ഒരാളല്ലല്ലോ. എനിക്ക് ഇന്ത്യയിലെ
നിയമ സംഹിതയ്ക്കകത്ത് നിന്നുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണല്ലോ ഞാൻ ജീവിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്നോട് ഞാൻ ഇവർക്ക് ഫൈനലായിട്ട് നാളെ രാവിലെ 11 മണിക്കകം പണം തിരികെ തന്നില്ലെങ്കിൽ, റീഫണ്ട് വന്നില്ലെങ്കിൽ ഞാൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇവർക്ക് പറഞ്ഞു. ആ ആ ആ 11 മണിക്ക് എനിക്ക് പൈസ തിരികെ വന്നില്ല. ഞാൻ 12 മണിക്ക് ഡ്രാഫ്റ്റ് ചെയ്തു. ഞാൻ ഉടനെ തന്നെ അത് ഓൺലൈനായിട്ട് ബഹുമാനപ്പെട്ട കേരള അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, ലോ ആൻഡ് ഓർഡർ ആൻഡ് പാലക്കാട് സൈബർ ക്രൈം SHO, ഈ 2 പേർക്കും സെപ്പറേറ്റ് പരാതി അയച്ചു. ഓക്കെ. കാരണം ഇത് സൈബർ ക്രൈമിന്റെ ഇതിലാണ് വരിക. കാരണം പണം ഇടപാട് ഇതെല്ലാം ഓൺലൈനാണ്, ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു. ഓൺലൈനാണ്, എല്ലാം ഓൺലൈനാണ്. അതെ. പിന്നെ അതിനകത്ത് ഈ നമ്മളെ പ്രേരിപ്പിച്ചതും നമ്മളെ റെഫർ ചെയ്തതും അവിടെ വന്ന് നിങ്ങൾ ചേർന്നോളൂ എന്ന് നിങ്ങളെ പറഞ്ഞതും അതിന് ഞാൻ പറയുന്നതേ, ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒരു കംപ്ലൈന്റുമായിട്ട് പോയേക്കുന്നതുകൊണ്ട് അതിന്റെ മോർ ഡീറ്റെയിൽസ് നമ്മുടെ ഇതൊരു പബ്ലിക് മീറ്റിംഗ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ പറയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതെ അതെ, പറയാവുന്ന കാര്യങ്ങൾ മാത്രം. എന്ന് വെച്ചാൽ നിങ്ങൾ കാരണം ആ ആരെങ്കിലും ഒരു എവിഡൻസ് പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്റെ മുന്നോട്ടുള്ള ഈ കേസ് അന്വേഷണത്തെ ബാധിക്കും എന്ന ഒരു വിഷയങ്ങളൊന്നും ഞാൻ പറയില്ല. അല്ല, അവര് അതൊന്നും ഞാൻ അതിബുദ്ധി പറയില്ല. കാണിച്ച് ചാനലിലെ വീഡിയോകൾ വരെ അവര് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന്റെയൊക്കെ പിന്നിലത്തെ ഇതാ ആ ഒരു ലക്ഷ്യം അതാണ്. അതായത് അല്ല, അത് നിങ്ങളെ പോലെ ദ്രോഹി ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. കാരണം ഒരാളെ ദ്രോഹിക്കുന്ന ഒരു പരിധിയുണ്ട്. ഇവിടെ മാന്യമായിട്ട് ഒരാൾക്ക് 10 പേരെ പറ്റിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം വരുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇനി അത് നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അത് ആവർത്തിക്കരുത്. ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെയൊന്നും ആവർത്തിക്കരുത്. കാരണം പറ്റിക്കപ്പെടാൻ ആളുകളുണ്ടെങ്കിൽ കേരളത്തില് പറ്റിക്കപ്പെടാൻ ധാരാളം ആളുകൾ റെഡിയാണ്. പറ്റിക്കാൻ ആളുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ഇപ്പൊ ഓപ്പൺ ആയിട്ട് ചോദിക്കട്ടെ. എന്നെ സംബന്ധിച്ച് ഞാൻ പണ്ടേ ഇത്തിരി തന്റെ ധൈര്യമൊക്കെ കാണിക്കുന്ന കൂട്ടത്തില്ല. പണ്ട് തൊട്ടേ മണിച്ചതിന്റെ കാര്യങ്ങൾ എന്റെ ചാനലൊക്കെ നോക്കി എനിക്കതില്ല. ഞാൻ വളരെ പേടിച്ച് ഇരിക്കുന്ന ഒരാളാണ്. സാർ ഭയങ്കര പാവമായിട്ടിരുന്നിട്ട് കമൽ പറഞ്ഞ മാതിരി അത് ഭയം, ഇത് ഭയം, മറ്റേത് ഭയം, മറ്റേത് ഭയം, മുഴുവൻ ഭയം. അങ്ങനെ ഇരുന്ന ഒരാള് എങ്ങനെയാണ് എനിക്ക് ഇന്നത്തെ ധൈര്യം എന്താ വെച്ചാൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ജനിക്കുന്നതും നമ്മൾ മരിക്കുന്നതും നമ്മുടെ കയ്യിലല്ല എന്ന്. അതിൻ്റെ ഇടയിലുള്ള നമ്മുടെ ജീവിതവും നമ്മുടെ കയ്യിലല്ല. അത് വേറെ ആരൊക്കെയോ നിയന്ത്രിക്കപ്പെടുന്നതാണ് ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ നാളെ സുധീറിന്റെ കൈ കൊണ്ടാണ് എനിക്ക് മരിക്കാനുള്ള ഒരു ഇതെങ്കിൽ ഞാൻ സുധീറിന്റെ കൈ കൊണ്ട് മരിക്കും. അതെ, അത് നമ്മുടെ മരണം എന്ന് പറയാൻ നമുക്ക് എവിടുന്ന് എങ്ങനെ എന്താ എപ്പോഴാന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ മരണഭയം നമുക്കില്ല. മരണഭയം നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ച് പിന്നെ വേറൊന്നിനും ഭയമില്ലല്ലോ. അതെ അതെ, അത്രേ ഉള്ളൂ. ഇത് എന്റെ ലോജിക്ക് അങ്ങനെ തന്നെയാണ്. ഞാനും പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനത് ചോദിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്വാഭാവികമായിട്ട് ഇതിന്റെ അകത്തോട്ട് ആരും അത് ഞാനൊരു വീഡിയോ ഞാൻ അവിടെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഇപ്പോ ഈ ഇദ്ദേഹത്തിന്റെ കൂടെ ചെയ്യുന്നതിന് മുമ്പുള്ള ആ ഭയം നമുക്കിപ്പോ ഇല്ല. നമുക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ ചെയ്തതിനു ശേഷം നമുക്കൊരു ഉഷാർ വന്ന് തുടരാപ്പാക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആ ഒരു പോസിറ്റീവ് എനർജി തന്ന ഇദ്ദേഹം തന്നെയാണ്. അപ്പൊ പക്ഷെ എന്നിട്ട് ഇദ്ദേഹം നമുക്കെതിരെ ഇതുവരെ എനിക്കെതിരെ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. എന്നെ കൊന്നുകളയുന്നോ തീർത്ത് കളയുന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മളെ ഭീഷണിപ്പെടുത്താത്ത ഒരാളെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഇപ്പോഴും എന്നോട് വളരെ സ്നേഹത്തിലാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്നോട് സ്നേഹക്കുറവെന്നുള്ളതായിട്ട് ആരോടും പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം തെറ്റ് ചെയ്തല്ലോ. അദ്ദേഹം പൈസ വാങ്ങിച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണ് അവിടെ മുഴുവൻ സംഭവിക്കുന്നതെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. അതെ അതെ, സാമ്പത്തികമായിട്ട്. അല്ലാതെ ഇപ്പൊ ആളുകളെ ഹിപ്നോസിസ് ചെയ്തു എന്നും അവരെ ഇങ്ങനെ അടിമപ്പെടുത്തിയെന്നും പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യത്തില് ഒരു നിലനിൽപ്പില്ലായിരുന്നു. പക്ഷെ ഇതിപ്പം ആക്ഷൻ ഉണ്ടാവുമല്ലോ അല്ലേ സാറേ? ആക്ഷൻ ഉണ്ടാവൂലേ? അന്വേഷണം ആദ്യം അന്വേഷണം നടക്കും. അന്വേഷണത്തിന് ശേഷം FIR ഇടും. അതിനുശേഷം തുടർ നടപടി ഉണ്ടാവും. അതിനകത്ത് ദൗർഭാഗ്യകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ മറ്റെന്താ പറയാ, അവരുടെ പെരുമാറ്റച്ചട്ടത്തിന്റെയൊക്കെ ലംഘനമാവും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അവരിങ്ങനെ ഇടയിൽ നിന്നിട്ട് പൈസ കൊടുക്കുക അടയ്ക്കുന്നൊന്നും പറയാൻ പാടില്ല. അനാവശ്യമായിട്ട് വന്നിട്ട് അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് നല്ല സംഭവമാണ് ഇവിടെ ചേർന്നു എന്നൊന്നും പറയാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഇദ്ദേഹത്തിന്റെ പ്ലാറ്റ്ഫോമിന്റെ മാത്രം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഫോണിന്റെ പവർ ഓഫ് സ്വിച്ചിലാണ് ഇത് മൊത്തം നിൽക്കുന്നത്. അത് പവർ ഓഫ് ചെയ്താൽ ഇതെല്ലാം പോയി. ഈ കൊടുത്ത കാശും പോയി, ഈ റൂമും പോയി, സകലതും പോയി.
ഒരു ഫോണിന്റെ പവർ ഓഫ് സ്വിച്ചില് ഞാൻ ഇത്രയധികം ആളുകളുടെ നിങ്ങൾ ജീവൻ. സംസാരിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് ആക്ച്വലി മൈക്കിൽ കൂടെ ഓഡിയോ കയറുന്നത് ഞാൻ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോ എങ്ങനെ ഞാൻ ചിരിക്കാതിരിക്കുന്നത്? അതായത് ഒരു വലിയ സംവിധാനം മുഴുവൻ, ഒരു ദൈവത്തിന്റെ കൺസെപ്റ്റ്, യേശു ക്രിസ്തു, അള്ളാഹു അക്ബർ, അതുപോലെ മുഹമ്മദ് നബി, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ എന്ന് വേണ്ട ഈ 33 ദേവതകളും സൃഷ്ടാവും എല്ലാം ഈ ഒരു ആ ഒരു ഫോണിന്റെ സ്വിച്ചിലാണ്. അത് ഓഫ് ചെയ്താൽ ഈ ബാങ്ക് അക്കൗണ്ടും ഈ പിരിച്ച 5 കോടി രൂപയും എല്ലാം പോയി. ഇങ്ങനെ ഒരാളെ ഇവിടെ ഇല്ല. കാരണം ആള് കേരളത്തിലില്ല, ആള് വേറെ എവിടെയാണ്, ആർക്കും അറിയില്ല, ആരും വിളിക്കാൻ പോലും പാടില്ല. കഴിഞ്ഞില്ലേ? അതായത് വെൽ പ്ലാൻഡ്, വെൽ ഓർഗനൈസ്ഡ്, വൺ പേഴ്സൺ, ഒരാളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നല്ലൊരു നല്ലൊരു ഒരു പ്രോഗ്രാം ആയത്. ഞാൻ കഴിഞ്ഞ ദിവസം അവർക്ക് കൊടുത്ത മെസ്സേജ് എന്താന്ന് വെച്ചാല്, ഈ മുങ്ങിപ്പോയ ചിട്ടി കമ്പനിയുടെ കളക്ഷൻ ഏജന്റുമാരുടെ അവസ്ഥയാണ് ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റർ. ആരെന്ത് ചോദിച്ചാലും ഒരു മറുപടിയും ഇല്ല. പക്ഷെ ഇന്ന് രാവിലെ ഒരു വലിയൊരു ഒരു അതിശയം നടന്നിട്ടുണ്ട്. കാരണം ഇന്ന് രാവിലെ ഞാൻ അറിഞ്ഞു, അത് ഇപ്പൊ റിവീൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അല്ല, ഇന്ന് രാവിലെ അദ്ദേഹം തിരിച്ചു വന്നു എന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പക്ഷെ അദ്ദേഹം വന്നിട്ടില്ല. റിവീൽ ചെയ്യണ്ട, നമ്മുടെ ചാനലിൽ കൂടെ അത് പറയണ്ട. ഞാൻ അറിഞ്ഞിട്ടുണ്ട്, എനിക്ക് അതിന്റെ കൃത്യമായ. ഇന്ന് രാവിലെ ഒരു അതിശയം നടന്നിട്ടുണ്ട്. ആ പഴയ ആളുകളൊക്കെ പല രീതിയിൽ വന്ന് ഞങ്ങൾ തുടങ്ങി, എവിടെയും പോയിട്ടില്ല. തന്തയും തള്ളയും പേരും എല്ലാം മാറിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക്. അപ്പൊ അത് സാരമില്ല, അതവിടെ നിൽക്കട്ടെ. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളായിട്ട് അത് പ്രൊമോഷൻ ചെയ്തെന്നൊരു രീതി വേണ്ട, അവര് കുറച്ച് വളരട്ടെ. പിന്നെ എനിക്ക് നമ്മുടെ ഈ കഴിഞ്ഞ ചാനലിൽ റൂമിൽ താഴെ വന്നിട്ട് എന്റെ 50,000 രൂപ പോയി എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന 1-2 ആൾക്കാരെ കമന്റ് ഒക്കെ ഞാൻ കണ്ടു. അവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, സുഹൃത്തെ, എന്റെ 50,000 രൂപ പൊയ്ക്കോട്ടെ, നിങ്ങളതിൽ വിഷമിക്കണ്ട, നിങ്ങൾ ആ പൈസ തിരികെ തരുവും വേണ്ട. എന്റെ പോയിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള നിയമ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അത് വാങ്ങിയെടുക്കാൻ എനിക്കറിയാം. അങ്ങനെ എനിക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട് സത്യ സാറിനോടെ. അതിൻ്റെ അകത്തൊരു സ്ത്രീയുടെ ഒരു കമന്റ് കണ്ടിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് നാണമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സാറിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആ കമന്റിൽ. അല്ല, ഞാൻ ഇപ്രാവശ്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു ബട്ടൺ മാത്രമേ അയച്ചിട്ടുള്ളൂ, വേണമെങ്കിൽ അതും കൂടെ ഇടാം, നാണമുണ്ട്. അല്ല, അതിനുള്ള മറുപടി സാറ് ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് അങ്ങനെ ഒരു ചോദ്യമൊക്കെ സാറിനോട് ചോദിക്കേണ്ട കാര്യം അവർക്ക് യാതൊരു റൈറ്റും ഇല്ല. പിന്നെ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്, അവർ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ അതിനൊരു മറുപടിയും കൊടുത്തിരുന്നു. അത്തരം ആളുകളോട് സാറിന് എന്താ പറയാനുള്ളത്? ഇല്ല, നാണമുണ്ട്. അതുകൊണ്ടാണ്, നാണവും മാനവും ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നഷ്ടപ്പെട്ട പൈസയ്ക്ക് വേണ്ടി നമ്മൾ നിയമപരമായ നടപടി സ്വീകരിക്കുന്നത്. നാണം മാത്രമല്ല, നാണവും മാനവും ഉണ്ട്. വല്ലവനും വന്ന് നമ്മള് അഭിമാനമുണ്ട്, വല്ലവനും വന്ന് പിന്നെ നിയമപരമായിട്ടുള്ള എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. നമ്മൾ ഒരേ സമയം ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്ന് നമ്മൾ സംസാരിക്കുന്നതിനൊപ്പം തന്നെ നിയമപരമായി എന്തൊക്കെ ചെയ്യണോ അത് മുഴുവൻ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ മീറ്റിംഗ് ഒരു 9 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എൻഡ് ആവും കേട്ടോ. അപ്പോ ഇതിന്റെ അകത്ത് ഇനിയിപ്പോ അടുത്ത സ്റ്റെപ്പുകളൊക്കെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന്, അതായത് ഒഫീഷ്യൽസിന്റെ സൈഡിൽ നിന്ന് നീക്കും. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടുള്ള പ്രൂഫുകളോ കാര്യങ്ങളോ ഒന്നും ഇതിന്റെ അകത്ത് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പെട്ടെന്ന് ഇങ്ങനൊരു നമ്മുടെ ആ ഒരു മീറ്റിങ്ങിന് ശേഷം സാർ ഇങ്ങനെ പെട്ടെന്ന് പോയി അന്ന് തന്നെ വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, ഒരു കംപ്ലൈന്റ് കൊടുക്കണം എന്ന രീതിയിൽ എന്നോട് സംസാരിച്ചു. അപ്പൊ ഞാൻ നാളെ 11 മണി വരെ നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി, അത് കിട്ടിയില്ല. അപ്പൊ തന്നെ നേരെ ഓൺലൈൻ പോൾ ആപ്പ് വഴി തന്നെ കൊടുക്കുമായിരുന്നു അല്ലേ പരാതി? അതെ, പോൾ ആപ്പ് വഴി. ഞാൻ എല്ലാ കമ്മ്യൂണിക്കേഷൻ പോൾ ആപ്പ് വഴി തന്നെയാണ്. ഈ പോൾ ആപ്പ് വിഭാവനം ചെയ്യുന്ന കാലം മുതൽ ഞാൻ ഇതിന്റെയൊക്കെ ഭാഗമാണ്. ഞാനൊരു വിസിൽ ബ്ലോവർ ആണ്. ഗുഡ് ഗവേണൻസ് ആണ് ഞാൻ റിസോഴ്സ് പേഴ്സൺ ആണ്. ഗുഡ് ഗവേണൻസ് ആണ് എൻ്റെ വിഷയം. അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ പോകണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ട്. അപ്പൊ ശരിക്കും ഇവിടെ കുറെ പേര് ചോദിച്ചൊരു ചോദ്യമാണ്, സാറിനോട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കണമെന്ന് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി കാര്യങ്ങളൊന്നും ചോദിക്കാത്തത്. പക്ഷേ ഇത് 9 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഒരെണ്ണം കൂടെ ഇടാം, 8 മിനിറ്റ് കഴിഞ്ഞാൽ. അപ്പൊ ഇതിന്റെ അകത്ത് ചോദിക്കാനുള്ള ഒരു പ്രധാന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇവരുടെ മീറ്റിംഗിലേക്ക് പോയത്? ഇതൊരു തട്ടിപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാനുള്ളത്? അതായത് 50,000 രൂപ എടുത്തുകൊണ്ട് ഇത്തരം ഒരു തട്ടിപ്പിലേക്ക്, ഞാൻ ഇത് പൈസ കൊടുക്കുന്നത് ഒരു സ്കാമിലേക്കാണ് എന്ന് സാറിന് എക്സാക്ട്ലി അറിയാമായിരുന്നു. ലൈക്ക് മീ, ഞാനൊരു കൊടുക്കാതിരുന്ന അതിനകത്ത് കയറാൻ പറ്റുമായിരുന്നില്ല.
അപ്പൊ പൈസ കൊടുത്ത് തന്നെ അതിൻ്റെ അകത്ത് കയറിയതാണ് അല്ലേ? അതായത് നമുക്ക് ഒരു സംവിധാനമുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ഒരു 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 ഓഫീസർ, ഗവൺമെന്റ് ഓഫീസർ ഒരു അഴിമതിക്കാരനാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ചില സംവിധാനങ്ങൾ നമ്മളെ കയ്യിൽ മഷി പുരട്ടിയ നോട്ടുകൾ തരും, അല്ലെങ്കിൽ ചില പൊടി ഇട്ട നോട്ടുകൾ തരും. അത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ട്രാപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ ഈ 50,000 രൂപ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു വലിയ സ്കാം പുറത്തു വരാൻ ഇന്നിപ്പോ 12 പേർക്കെങ്കിലും പൈസ തിരിച്ചു കിട്ടാനുള്ള ഒരു കാരണമായല്ലോ ഈ 50,000 രൂപ. തീർച്ചയായിട്ടും 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 നമ്മളിവിടെ അതാണ് അതിന്റെ പ്രശ്നം. ഇപ്പൊ ഞാനിവിടെ 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാത്രമാണ്. സുധീർ ഇവിടെ എത്ര രൂപ മുടക്കിയിട്ടാണ് സുധീർ സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? എത്ര രൂപയുടെ റീചാർജ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്? എത്ര ദിവസത്തെ വർക്കാണ്? എത്ര ഉറപ്പൊഴിച്ചിട്ടുണ്ടാവും? അതെ. ഈ നിങ്ങൾക്ക് പേ ചെയ്യുകയാണെങ്കിൽ 50,000 രൂപക്കാളും കൂടുതൽ പേ ചെയ്യേണ്ടി വരുമായിരുന്നില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ പണമാണോ പ്രശ്നം നമുക്കിടയിൽ? അല്ല, ഞാൻ ചോദിച്ചതിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു വിസിൽ ബ്ലോവറാണ്, ഞാനൊരു രജിസ്റ്റേർഡ് വിസിൽ ബ്ലോവറാണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളില് ഇതെന്റെ കടമയാണ്. ഇപ്പോൾ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ഞാനും സാറും ഇപ്പൊ ഒരേ ട്രാക്കിൽ പോകുന്നെന്നാണ് കഴിഞ്ഞ മീറ്റിംഗിന് ശേഷമാണ് എനിക്ക് ഒരേ ട്രാക്കിലാണ് പോകുന്നത്, വ്യത്യസ്ത വഴികളിലാണെന്ന് മാത്രം. നിങ്ങൾ സാങ്കേതികത ഉദ്ദേശിച്ച് ചെയ്യുന്നു, ഞാൻ വളരെ റിസ്ക് എടുത്ത് ഇത്തരം കാര്യങ്ങൾ ആ സ്ഥലത്ത് പോയി നമ്മൾ ചെയ്യുന്നു, നോക്കി മനസ്സിലാക്കി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതെ. അപ്പൊ അവിടെ പോയപ്പോഴത്തേക്ക് സാറിന്റെ എക്സ്പീരിയൻസ്, ഇവര് ശരിക്കും ആക്ച്വലി അവിടെ ഉപയോഗിക്കപ്പെടുന്ന മെസ്മറിസം ആണ്. അതിപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മെസ്മറിസവും ഹിപ്നോസിസും ആണ് എന്നുള്ള കാര്യം 100%. ആദ്യത്തെ നമ്മളെ നമുക്ക് കൊണ്ടുപോയി ഇരുത്തുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മള് അതിന്റെ പോർച്ചിലാണല്ലോ ചെന്നിരിക്കുന്നത്. അതായത് ഒന്നുകിൽ യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ സൂം മീറ്റിങ്ങിലാണല്ലോ ചെന്നിരിക്കുന്നത്. അവിടെ ചെന്നിരിക്കുമ്പോൾ നമ്മൾ മുഴുവൻ കാണുന്ന എന്താണ്? ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നു, ഞാൻ ഇത്രാം തീയതി ഇവിടെ കണക്റ്റ് ആയി, എന്നെ ഇന്ന ആളാണ് റെഫർ ചെയ്തത്, ഇതാണ് നമ്മൾ കേൾക്കുന്നത്. അതായത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന്റെ പരിപാടിക്ക് നമ്മൾ പോയിരിക്കുമ്പോൾ എന്താണോ കേൾക്കുന്നത് അത് തന്നെയാണ് ഇവിടെ കേൾക്കുന്നത്. നോ ചേഞ്ച്. ശരി. അടുത്ത സ്റ്റെപ്പിൽ ഇവര് കണക്ഷനെ കുറിച്ച് സംസാരിക്കും. അടുത്ത സ്റ്റെപ്പിൽ അത് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് എല്ലാവരെയും ആഡ് ചെയ്യുന്നു. അവിടെ വെച്ചിട്ട് ഇവർക്ക് നിരന്തരം ഈ നമ്മളെ ഈ എക്സ്പെഡിഷനിൽ കയറിയാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ചൊക്കെ അത് വേറൊരു തലമാണ്, അത് വേറൊരു തലമാണ്, അത് വേറൊരു തലമാണ് എന്ന് പറഞ്ഞ് എക്സ്പെഡിഷനിൽ എന്തോ ഒരു വലിയ സംഭവമാണെന്നും അത് ചെത്തി ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഊർജം കയറുമെന്നുള്ള രീതിയിൽ ഒരു ധാരണ ഉണ്ടാക്കി കഴിയുമ്പോൾ എങ്ങനെയും ഈ ഒരു 50,000 രൂപ എന്ന് മാത്രമല്ല, 50,000 രൂപയുടെ ഓഫർ ഇപ്പം തീരും എന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും ചെയ്ത് ആ ലാസ്റ്റ് മൊമെന്റിലെങ്കിലും ടിക്കറ്റ് എടുത്ത് കയറണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക്. പിന്നെ അവിടെ തന്നെ ഈ ആളുകളെ സഹായിക്കാൻ ചില ആളുകളുണ്ട്. സുധീർ വന്നിട്ട് എൻ്റെ ഒരു പൈസ ഇല്ല, എനിക്ക് എന്തെങ്കിലും ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ 2-3 പേർക്ക് പൈസ കൊടുക്കും. അപ്പൊ എനിക്കപ്പോ ഈ പൈസക്ക് അവിടെ ക്ഷാമമില്ല, പൈസ ഇറങ്ങി കൊടുക്കും. പിന്നെ നമ്മളെ എന്തെങ്കിലും പിന്നെ സ്വർണം പണയം വെച്ച് കയറാൻ പാടില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വിറ്റിട്ട് കയറാൻ പറയുന്നുണ്ട്. സ്വർണം വിറ്റിട്ട് വേണേൽ കയറാം, പണയം വെച്ച് കയറാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ നിബന്ധനകളുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ കുറച്ച് വിശ്വാസ്യത കൂടും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ പൈസ, പക്ഷെ ഇത് മുഴുവൻ പിന്നീട് കഴിഞ്ഞ വ്യാഴാഴ്ച മനസ്സിലാവുന്ന ഈ പൈസ കൊടുത്ത് കയറാൻ പറഞ്ഞ മുഴുവൻ തെറ്റായിരുന്നേ. അത് മുകളിൽ നിന്നൊരു ഡയറക്ഷൻ ഇല്ല, ഏതോ ഒരു നെഗറ്റീവ് എനർജി ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചതാണെന്ന് മനസ്സിലായോ? ആ നെഗറ്റീവ് എനർജിക്ക് ആർത്തി എന്നും പറ്റിക്കൽ എന്നും അല്ല, നിങ്ങൾ കാന്താര സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ എല്ലാ ശക്തിയുള്ള കക്ഷിയെ അവിടെ പിടിച്ച് ബന്ധിച്ച് കെട്ടിയിട്ട് പിന്നെ നായകൻ പിന്നെ കഷ്ടപ്പെട്ടു പോയി പിന്നെ ഇടിച്ച് എല്ലാത്തിനെയും തവിട് പൊടിയാക്കി വരുന്നൊരു സീനുണ്ടല്ലോ, അതുപോലെ മോചിപ്പിച്ചു കൊണ്ടുവരണം. മോചിപ്പിച്ചു കൊണ്ടുവരണം. അങ്ങനെ ആളിപ്പോ മോചനത്തിന്റെ പാതയിലാണ്. അദ്ദേഹം അത് വിജയകരമായി പൂർത്തിയാക്കട്ടെ. എന്നിട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പോയി അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ചിലപ്പോൾ വീണ്ടും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു വരും. ഞാൻ സുധീറിനെ പോലെ ഒരാളുടെ റൂമിൽ പോയിരുന്നു, അവിടെ ഞാൻ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു, എനിക്ക് കുറ്റബോധമുണ്ട്, പശ്ചാത്താപമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഓഫർ ചെയ്ത 6 കോടി രൂപ ഒന്ന് തന്നാൽ തിരക്കേടില്ലായിരുന്നു. ഈ 50,000 രൂപ കൊടുത്ത് നിങ്ങൾ കയറി കഴിഞ്ഞാലേ നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് 6 കോടി രൂപയാണ് നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയുക. ഇത് നിങ്ങൾ എന്നോട് നിങ്ങൾക്കിത് അറ്റ്ലീസ്റ്റ് ഒന്ന് പേഴ്സണലി എങ്കിലും പറഞ്ഞുതരാം. ഞാൻ വാച്ച് ലാപ്ടോപ്പ് എന്തെങ്കിലും ഇതെല്ലാം കൂടെ ഓർമ്മ വരണ്ടേ? ഒരുപാട് ഓഫറുകൾ ഇങ്ങനെ കിടക്കുകയല്ലേ, അത് ഒന്നെടുത്താ ഒന്ന് ഫ്രീ എന്നൊക്കെ പറഞ്ഞുള്ള ഓഫർ ഉള്ളതല്ലേ. അപ്പൊ നിങ്ങൾ ഇപ്പൊ അവിടെ 6 കോടി രൂപ 6 കോടി രൂപ അത് പല വഴിക്കായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ ഗ്രോത്ത് തന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ലോട്ടറി അടിക്കും, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള
അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാണ്. അപ്പൊ 6 കോടിയുടെ നിങ്ങളൊരു പ്രോജക്റ്റ് ഒക്കെ പക്ഷേ ഈ പരിപാടി തയ്യാറാക്കിയിരുന്നു. സംഘടിപ്പിച്ച ഇയാൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടെന്നാണല്ലോ നമ്മൾ കഴിഞ്ഞൊരു മീറ്റിംഗ് അത് നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ 6 കോടി തികഞ്ഞേനെ. ഇപ്പൊ 5 കോടി ആയല്ലോ. 1 കോടി കൂടെ തികയുന്നതിന് മുമ്പാണ് ഈശ്വരൻ പറഞ്ഞത്, നിങ്ങള് സൃഷ്ടാവ് അല്ല, പറഞ്ഞത് അതിപ്പോ നിങ്ങളത് തെറ്റാണെന്നും പറയുന്നല്ലോ ചെയ്തു. സാറേ. അതിപ്പോ തെറ്റാണെന്നും സാറ് തന്നെയല്ലേ പറയുന്നത്, അയാൾ പറയുന്നത് അത് തെറ്റാണെന്ന്. അപ്പൊ അതെ, അത് അദ്ദേഹം തന്നെ പറഞ്ഞു. അപ്പൊ 6 കോടി എന്ന് പറയുന്നത് എങ്ങനെ? അപ്പൊ ഈ തെറ്റാണ് പിന്നെ എന്താണ് ഈ മണി സർക്കുലേഷൻ, അല്ലെങ്കിൽ ഇവിടെ ഈ പണം എങ്ങനെയാ ഇത് മറിയുന്നത്, ഈ ആളുകൾ അല്ല, കൊടുക്കുന്ന അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത്. അവിടെ ഞാൻ പറഞ്ഞു, ഇദ്ദേഹം എന്തെങ്കിലും ഒന്ന് ഉറച്ചു പറഞ്ഞാലേ നമുക്കത് ഇന്നതാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇദ്ദേഹം അല്ല, ഇങ്ങനെ മാറ്റി മാറ്റി ഇപ്പം പറയില്ല. രാവിലെ ഇപ്പം പറഞ്ഞത് സാറ് ഉച്ചയ്ക്ക് പറയുന്നില്ല. ഞാനൊരു ചോദ്യം ചോദിക്കാം. ഞാൻ IT ആ. പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾക്കൊക്കെ സർവീസ് ചെയ്യുന്നു. അതിന്റെ നിങ്ങൾ ഭാഗമായിട്ട് കൺഫ്യൂസ്ഡ് ആയോ? ആകെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയോ? ഇത് കേൾക്കുന്ന ആളുകൾ കൺഫ്യൂസ്ഡ് ആവുക. നമുക്ക് അടുത്തൊരു ചോദ്യമായിട്ട് വരുന്നതിന് മുമ്പ് 2 മിനിറ്റേ ഉള്ളൂ. അപ്പൊ സാർ ഒന്ന് മീറ്റിംഗ് ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്യൂ. ഓക്കെ, ഓക്കെ. എന്തൊക്കെയാണ് അവസ്ഥ എന്നൊരു പിടുത്തം കിട്ടുന്നില്ല. പുള്ളി ലിങ്ക് ഇടട്ടെ. എൻ്റെ ക്രോം ഞാൻ ക്ലോസ് ചെയ്തതാണ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഒരു പിടുത്തം അങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ. അപ്പൊ കണ്ടോനെ അപ്പാന്ന് ചൊല്ലല്ലേ തങ്കമ്മേ, ഞാൻ കാര്യം പറയുമ്പോ പട്ടം പിടിക്കല്ലേ തങ്കമ്മേ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണല്ലോ ഇത്. ഈ പോകുന്ന ആളുകളൊക്കെ അവിടെ പോയിട്ട് ഞാൻ വയസ്സനല്ലടി കിളവനല്ലടി തങ്കമ്മേ. യെസ്, ഓക്കെ. കൺഫ്യൂഷൻ തീർക്കും. ഞാനിത് കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്നതുകൊണ്ടാണ് ഇത് മുഴുവൻ ഒരു കൺഫ്യൂഷൻ പോലെ പോകുന്നത്. അല്ല, ഞാനത് സംഭവം അതല്ല. ആ പിരിമുറുക്കം ഞാൻ ചോദിക്കാൻ വന്നത് ഇപ്പം എന്റെ ചോദ്യം ഇതാണ്. ഇപ്പം ഞാൻ എന്റെ ജോബ് IT പ്രൊഫഷൻ ഉണ്ട്, ടീച്ചിങ് ഉണ്ട്, അങ്ങനെ പല പല ജോബ് ചെയ്തിട്ടാണ് എനിക്ക് പൈസ കിട്ടുന്നത്. അതുകൂടാതെ എന്റെ സ്റ്റുഡൻസും ബാക്കിയുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ മെന്റലിസമോ അതുപോലെ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ വിൽക്കുമ്പോൾ, അതായത് ഒരു ഏണിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതെ, അങ്ങനെയൊക്കെയാണ് എന്റെ ഒരു ഏണിങ്സ്. ഇപ്പൊ സാറിനെ സംബന്ധിച്ചും സാറിന് എന്തെങ്കിലുമൊക്കെ ഏണിങ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഉവ്വ്. ആക്ച്വലി ഇപ്പൊ ഏണിങ്സ് ഇല്ലാത്ത ഒരാള് അയാളുടെ കഴുത്തിൽ കിടക്കുന്ന ഒരു മാല പണയം വെച്ച് 50,000 രൂപ കൊടുത്തു. ആ, സാധാരണക്കാർക്ക് ഇതിന്റെ അകത്ത് ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം സാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കാം. അപ്പൊ ഈ ചോദ്യം, ആ, അങ്ങനെ ഇപ്പം ഉം, ഈ 6 കോടി കൊടുക്കുമെന്ന് പറഞ്ഞ ആളുകൾ, ഇപ്പൊ സാറ് ചുമ്മാ വീട്ടിൽ ഉം, ഇരുന്നാല് ഈ പറഞ്ഞ പോലെ ഉം, സാർ ഇപ്പൊ ഉം, ജോലിക്ക് പോകുന്നുണ്ടോ ഇല്ല, അത് ജോലിക്ക് പോകുന്നില്ലെന്ന് വെച്ചോ, ഒന്നിനും പോകുന്നില്ല. ഉം, ഓക്കെ. പക്ഷെ ഉം, സാറിന്റെ ഉം, ഒരു സേവിങ്സ് ഉണ്ടായിരുന്നു, അതിന്റെ അകത്ത് 50,000 രൂപ എടുത്ത് ഇവിടെ കൊടുത്തു. ഈ ഉം, കൊടുത്ത പൈസ വെച്ചിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ ഉം. സാറിനെ അതിന്റെ അകത്ത് ജോയിൻ ചെയ്യിപ്പിച്ചു. അതെ, പിന്നീട് സാറിന് എങ്ങനെ ഈ 6 കോടി രൂപ വരിക? അതായത് നമ്മുടെ ഒരു സംരംഭം എന്തെങ്കിലും തുടങ്ങണം. ചെറുത് എന്തെങ്കിലും തുടങ്ങിയാൽ മതി. എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയാൽ മതി. ആ, അത് ആള് ഗ്രോത്ത് ഉണ്ടാക്കി തന്നോളും ആ സംരംഭത്തിലൂടെ. അതായത് നിറയെ നിങ്ങളൊരു കച്ചവടം തുടങ്ങണം. കസ്റ്റമേഴ്സ് വരും. എന്തെങ്കിലും, എന്താണെങ്കിലും ഉം. അത് തുടങ്ങിയാൽ മതി. ബാക്കി ആള് നോക്കിക്കോളും. അപ്പൊ 6 കോടി രൂപയും അന്നേരം കിട്ടും. അതായത് അപ്രോക്സിമേറ്റ്ലി വേ- ഒരു വർഷം കൊണ്ടാണോ അതോ അതെ, അതെ, ഒരു വർഷം. ഒരു ഒരു വർഷം വർഷം കൊണ്ട് മതി. 6 കോടി രൂപ കിട്ടും? ഒരു വർഷമൊന്നും വേണ്ടി വരില്ല. ഞാനിപ്പോ 3 മാസം കൊണ്ട് തന്നെ എനിക്ക് ഏകദേശം 2 കോടി രൂപ വന്നല്ലേ. ഇനിയിപ്പം നാലിൻ്റെ വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ 3 വർഷം 2 കോടി രൂപ കിട്ടിയോ? അല്ല, 2 കോടി രൂപ എനിക്ക് കിട്ടേണ്ടതാണല്ലോ. കിട്ടേണ്ടതാണ്. അങ്ങനെ. ആ, അതിനകത്ത് ഞാൻ അല്ലെ, വേറെ പുറത്തു പോയി ഒരു മീറ്റിംഗ് വിളിച്ചുകൊണ്ട് മാത്രമാണ് 2 കോടി നഷ്ടമായത്. അല്ലെങ്കിൽ അതെനിക്ക് വന്നേനെ. അല്ല, ഈ പറയുന്ന കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ? ഒരു ചായക്കട നടത്തിയെന്നാൽ തന്നെ ഒരു മാസം ഒരു 1 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടിയെന്നാലും 12 മാസം കൊണ്ട് 12 ലക്ഷം രൂപയേ ആകുന്നുള്ളൂ. അതിപ്പോ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് ഇതാണ്. പക്ഷെ അത് ആ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ പുറത്തു പോകില്ല. അത് പേടിച്ചിരിക്കുന്ന പാവങ്ങള്. അല്ല, എങ്ങാനും എങ്ങാനും അത്രയും 6 ലോജിക്ക് കോടി ഇല്ല സാറേ. വന്നാലോ. അവർക്ക് അല്ലെ, അത്രയും എന്ന് വെച്ചാൽ എങ്ങാനും സാമ്പത്തികമായിട്ട് അത്രയും ലോജിക്ക് ഇല്ലാത്ത ആളുകളാണോ ശരിക്കും അവിടെ ഇരിക്കുന്നത്? സാറിന്റെ അഭിപ്രായം എന്താണ്? ആയിരിക്കും.
അല്ല അത് ലോജിക്കിന്റെ ഒരു സ്ഥാനമല്ല അവിടെ. എന്താ വെച്ചാൽ ഒരു ഒരു വല്ലാത്തൊരു അഡിക്ഷൻ, വിത്തൗട്ട് ദിസ് നമുക്ക് നോ ലൈഫ് എന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ കുറേ പേര് ഇപ്പൊ രാവിലെ ഒരു ഒരു പറയുന്ന എക്സ്പീരിയൻസ് കേട്ടാൽ തന്നെ നമുക്ക് തോന്നും ഇവരൊക്കെ പറയുന്നത് 2025-ലാണ് ഇവരൊക്കെ ജീവിക്കുന്നത്, ഇവരൊക്കെ പറയുന്നത് സത്യമാണോ എന്നൊക്കെ നമുക്ക് ഇപ്പൊ ഈവൻ ഞാൻ എന്താണെന്ന് കൃത്യമായിട്ട് റിവീൽ ചെയ്തിട്ട് പോലും അവിടെ ഇപ്പൊ എന്നെ റെഫർ ചെയ്ത ശക്തിദാസ് എന്ന് പറയുന്ന കക്ഷിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന ആളാണ്, എൻ്റെ ഗുഡ് ഗവേണൻസ് ആണ് എൻ്റെ വിഷയം, എൻ്റെ റിപ്പോർട്ടിംഗ് ഓഫീസർ ഇന്ന ആൾക്കാരാണ്, അതുകൊണ്ട് ഞാൻ അത്തരം കാര്യത്തെ ചിന്തിക്കുള്ളൂ, ഇവിടെ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടായാൽ ഞാനത് റിപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, അതൊന്നും ഇവിടെ ബാധിക്കില്ല, നിങ്ങൾ ധൈര്യമായിട്ട് കയറും, എക്സ്പെഡീഷന് കയറിക്കോളും എന്നാ പറയുന്നത്. നിങ്ങൾ ആ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾക്ക് ഒരു പവർ കിട്ടുമെന്ന് പറയാം. അപ്പൊ എനിക്ക് ചെയ്യുന്ന ജോലിക്ക് എനിക്ക് പവർ കിട്ടി. ആ പവർ കാരണം ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഞാനും പുറത്ത് വന്നു, 10-15 പേരും പുറത്ത് വന്നു, അങ്ങൊരു പണി മതിയാക്കി പോയി. അതിന്റെ ഒരു 80% ക്രെഡിറ്റ് ഞാൻ ആർക്കും തരത്തില്ല കേട്ടോ. അല്ല, ഭസ്മാസുരന് വരം കൊടുത്തിട്ടാണ് ഈ അയ്യപ്പസ്വാമി ഉണ്ടാവുന്നത്. ഭസ്മാസുരനെ നിഗ്രഹിക്കാനാണല്ലോ പിന്നെ മുഴുവൻ വരുന്നത്. അതുപോലെയായി എന്ന പോലെ അല്ല. ഇനി അടുത്ത ഒരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പെഡിഷനിൽ ഇരിക്കുന്ന ആളുകളെ അവരിൽ എല്ലാ ആളുകൾക്കും ഇനി 6 കോടിയുടെ ഓഫർ ഉണ്ടോ? അല്ല, ഞാൻ വരുമ്പോൾ 6 കോടി, അതിന് മുമ്പ് എത്ര കോടിയാണെന്നുള്ളത് എനിക്കറിയാം. ഞാൻ വരുമ്പോൾ എനിക്ക് ആളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത് നിങ്ങൾ ഓരോരുത്തരെയും 6 കോടി സമ്പാദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എല്ലാവരും ഞാൻ എത്തിക്കും എന്നാണ് എനിക്ക് കിട്ടിയത്. അതാണ് ആ ടാർഗറ്റ്. 56 വയസ്സ് സാറിനുണ്ട്. അപ്പൊ അവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ഏജ് റേഞ്ച് എങ്ങനെയുണ്ട്? അവിടെ ഇരിക്കുന്ന ആളുകളുടെ എക്സ്പെഡിഷനിലേക്ക് പങ്കെടുത്ത എല്ലാം ഒരു 35 മുതൽ ഈ 60-നകത്ത്, 60 ആ റേഞ്ച്. 35 മുതൽ. അതായത് ശരിക്കും പറയാന്നാല് അതിന് താഴേക്കുള്ള ആളുകളൊന്നും ഈ ട്രാപ്പിലേക്ക് പോയി പെടുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ, അല്ലേ? അതെ. അതായത് ഈ 50,000 രൂപ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കെട്ടുതാലി വരെ വെക്കുന്ന ആൾക്കാരാണ് ഈ 6 കോടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എന്നുള്ള കാര്യം കൂടെ ആലോചിക്കണം. അതെ, അവർ 50,000 കടം വീടി കിട്ടിയാൽ മതി. 50,000 കടം വീടി കിട്ടിയാൽ മതി എന്നാണ് ഇപ്പൊ അവരുടെ പ്രാർത്ഥന. അല്ല, ഞാൻ നേരത്തെ സാറിനോട് ചോദിച്ച ഒരു ലോജിക്ക് അതാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ചില മാസങ്ങളിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു മാസം 1 ലക്ഷം കിട്ടിയെന്നിരിക്കും. ഒരു പ്രൊജക്ട് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 10,000 കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ നമുക്ക് 1000 രൂപ കിട്ടിയെന്നിരിക്കും. അത് ബിസിനസ് ആയിട്ട് പോലും നമ്മൾ അങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഓരോ ആളുകളും ഈ 50,000 അങ്ങോട്ട് കൊടുത്തിട്ട് എന്ത് കോൺസെപ്റ്റിലാണ് ഈ 6 കോടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നത്? ഇനിയിപ്പോ നിങ്ങൾക്ക് 50,000 കൊടുത്താലും അവിടെ കയറാൻ പറ്റില്ല. എക്സ്പെഡിഷൻ ഇനി ആളെടുക്കുന്നില്ലല്ലോ, പൈസ വാങ്ങിക്കുന്നതിന്റെ തെറ്റല്ലേ, കഴിഞ്ഞു, ആ ചാൻസ് പോയി. അല്ല, ഇപ്പൊ നിങ്ങൾ ആദ്യം മേടിച്ച 50,000-ന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കി? അതിന് പുതിയ ആളെ റെഫർ ചെയ്യാന്നല്ലേ? അല്ല, അത് തരും. അതൊന്നെങ്കിൽ അതിന് 3 ഓഫറാണ്. കാരണം വെച്ചാൽ അത് തരും. ഒന്നുകിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് തന്നു തരും, അല്ലെങ്കിൽ കോടതിയിൽ കേസാവുന്ന സമയത്ത് അവിടെ കൊണ്ടുവന്ന് തരും. അതല്ലെങ്കിൽ വിധി വന്ന് ഈ പറയുന്ന ഈ അഡ്മിൻസിന്റെ ഒക്കെ സ്ഥാവര ജംഗമ വസ്തുക്കളെ 50,000 രൂപയ്ക്ക് വേണ്ടി ജപ്തി ചെയ്ത് ഈ കസേര, മേശ, ടാർപോളിൻ എന്ന് പറഞ്ഞ എല്ലാ സാധനവും വെച്ച് എന്റെ വീട്ടിലതെല്ലാം കൊണ്ട് അടുക്കി വെക്കും. അല്ല, അവരിൽ പലരുടെയും വീട് കേരളത്തിലുണ്ട്. അതൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്യാവുന്ന അതൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ഈ ഇവിടെ വന്നു പോയ എല്ലാ MLM കമ്പനികളും ചെയ്ത പോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്, അല്ലേ? അതെ. ഇപ്പൊ അവരുടെയൊക്കെ ഒരു അവരുടെയൊക്കെ ബോഡി ലാംഗ്വേജ് ഒരു പൂട്ടിപ്പോയ MLM കമ്പനിയുടെയാണ്. അതായത് വരാതിരിക്കില്ല, മറ്റേത് അങ്ങനെ സംഭവിക്കില്ല, എവിടെയും പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ഒരവസ്ഥ. പിന്നെ ആർക്കൊക്കെയാ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവരുടെ അങ്ങനെ കൊടുക്ക്, അതെങ്ങനെ പറയും എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു കിട്ടും പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയാണ്. ഞാൻ പറഞ്ഞത് അത് മുഴുവൻ ഈ ഒരു മൊബൈൽ ഫോണിന്റെ പവർ സ്വിച്ചിലാണ് ഇത് മുഴുവൻ ഇരിക്കുന്നത്. അതിങ്ങനെ ഞെക്കിയാൽ കഴിഞ്ഞു, ഇതെല്ലാം പോയി. ഇപ്പൊ ഈ 5 കോടി ഇപ്പൊ കേരളത്തിലുണ്ടോ, ഇന്ത്യയിലുണ്ടോ, വിദേശത്തേക്ക് കടത്തിയോ ഒന്നും അറിയില്ല. അല്ല, ഈ സാറ് ഇതിനകത്തെ ഇപ്പൊ MLM കമ്പനി എന്ന് പറയുമ്പോഴത്തേക്കും 2 രീതിയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അതായത് താഴേക്ക് പോകുന്ന ആളുകൾക്ക് എല്ലാവർക്കും പൈസ കിട്ടുന്ന രീതി. ഇപ്പൊ ഞാൻ ഒരാളെ റെഫർ ചെയ്താൽ എനിക്ക് അതിന്റെ ഇത്ര പെർസെന്റേജ് കിട്ടും, എന്റെ താഴേക്ക് ഇങ്ങനെ വിൻസ് ആയിട്ട് പോകുന്നു. അതായത് താഴേക്ക് ഇത് അങ്ങനെയില്ല. ഇത് ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ഇദ്ദേഹത്തിന് മാത്രമേ പൈസയുള്ളൂ, വേറെ ആർക്കും ഇല്ല.
അല്ല അപ്പൊ അതാ ഞാൻ ചോദിക്കുന്നത്. കഴിഞ്ഞ മീറ്റിംഗ് സാർ അങ്ങനെ ഒരു സംഭവം പറഞ്ഞതായിട്ടാണ് എന്റെ ഓർമ്മ. എന്ന് വെച്ചാല് അതെ അതെ നമ്മളൊന്ന് ഈ ഫോണിൽ സംസാരിച്ചപ്പോഴായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ അതെ അഡ്മിൻസിന് അതെ മാത്രമേ പൈസ ഉള്ളെന്ന് എപ്പോഴും പറഞ്ഞിരുന്നു. അപ്പോ അതെ 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 അപ്പോ താഴെ ശരിക്കും താഴെ ശരിക്കും റെഫറൻസ് ഈ റെഫറൻസ് കമ്മീഷൻ ഒന്നും ഇല്ല. സാധാരണക്കാരായ വീട്ടമ്മമാര്, ആ, ഇന്ന് ഞാൻ എൻ്റെ ഒരു ആ, അനുഭവം കൂടെ പറയാം. ഇന്നും കൂടി എന്നെ ഒരു സ്ത്രീ ഉം, വിളിച്ചിരുന്നു. അവര് ഉം, വിദേശത്താണ്. അവരവിടെ ജോലിയൊക്കെ ഉം, നഷ്ടപ്പെട്ടിട്ട് ഒരു വർഷത്തോളമായിട്ട് അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ അക്കൗണ്ടിൽ ഉം, ആകെ 60,000 രൂപ എങ്ങാണ്ട് ബാലൻസ് ഉണ്ട്. ആ പൈസയിൽ ഉം, നിന്ന് 50,000 രൂപ കൊടുത്തിട്ട് അവർ ഇതിൻ്റെ അകത്ത് ചേരാൻ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഉം, വീഡിയോസ് ഒക്കെ കാണുന്നതും അവർ ഇതിൽ നിന്ന് ജസ്റ്റ് എസ്കേപ്പ് ആണ്. ജസ്റ്റ് എസ്കേപ്പ്. ഉം, അതായത് എൻ്റെ ഓക്കെ. വീഡിയോ അന്ന് അവർ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ, അവരെനിക്ക് മെസ്സേജ് അയച്ചില്ലായിരുന്നെങ്കിൽ, അന്നത്തെ ദിവസം രാത്രി അവർ പൈസ കൊടുക്കും. 50,000 രൂപ അയച്ചു കൊടുക്കും. കൊടുക്കും. ആ ഒരു ഉം, സാഹചര്യത്തിൽ അവർ ഉം, രക്ഷപ്പെട്ടിട്ട് ഇപ്പോഴും എൻ്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞിട്ടാണ് ഇത് ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. ഞാൻ പറയും നിങ്ങളും പോയി പെട്ടില്ലെന്ന് ഞാൻ ചോദിച്ചു. ഉം, അപ്പം ഉം, ഉം. ഈ ഒരു സാഹചര്യം, അതായത് ഈ പാവപ്പെട്ട സ്ത്രീകളുടെ മാല വിറ്റും സ്വർണം പണയം വെച്ചും, അതുപോലെ എന്നെ ഒരു ഓട്ടോക്കാരൻ വിളിച്ചിട്ടുണ്ട്, ഞാൻ ഒരു വീഡിയോ അല്ല കണ്ടിട്ടുണ്ട്. അല്ല അത്ര അല്ല, അല്ല ഞാൻ ഞാൻ അവരെക്കാളും ഞാൻ ചോദ്യം അവരെക്കാളും തീർന്നില്ല. രക്ഷപ്പെട്ട എന്റെ ചോദ്യം ആ, തീർക്കട്ടെ. ആ, ഈ ആ, ഇങ്ങനെ ചെയ്ത് ഈ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന ആളുകൾ ഈ 50,000 60,000 ഒക്കെ കൊടുക്കുന്നു. ഈ കൊടുക്കുന്ന ഓക്കെ. പൈസക്ക് ഇവർക്ക് ഒന്നും കിട്ടത്തില്ല. ഈ പ്രാർത്ഥന മാത്രമേ ഇല്ല ഉള്ളൂ. അല്ല പ്രാർത്ഥന ഉറപ്പില്ല. പ്രാർത്ഥനയ്ക്കിടയിൽ ഇങ്ങനെ ഈ പ്രാർത്ഥിക്കുന്നവനെ അല്ലെങ്കിൽ ഒന്ന് മൂക്ക് ചൊറിയേ അല്ലെങ്കിൽ തലയിൽ കൈവയ്ക്കുക ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അടുത്ത് പുറത്തിടും, കഴിഞ്ഞു. പിന്നെ തിരിച്ചു കയറ്റമില്ല. എന്താ കേക്കുന്നേ? അതായത് എന്തെങ്കിലും ഒരു മോശം കമന്റ് ഇട്ടാൽ പോലും, ഇഷ്ടമില്ലാത്ത കമന്റ് ഇട്ടാൽ പോലും അപ്പുറം റൂമിൽ നിന്ന് പുറത്തു പോകും. പിന്നെ മറ്റേ ഇങ്ങനെ തൊഴുതുന്ന സാധനം ഇടാൻ പാടില്ല, അങ്ങനെ കുറെ റൂൾ ഉണ്ടെന്ന് ആ, തോന്നുന്നു. അത് പറ്റില്ല, അത് പറ്റില്ല. അങ്ങനെ കുറെ സാധനമുണ്ട്. അത് കൈ കൂപ്പാൻ പാടില്ല, ഹലോ പറയാൻ പാടില്ല, ആ, പിന്നെ നീല ഡ്രസ് ഇടാൻ പാടില്ല, പിന്നെ ചുവന്ന വസ്ത്രം ഇടാൻ പാടില്ല, പിന്നെ മഞ്ഞ വസ്ത്രം പാടില്ല, പച്ച പാടില്ല. ആ, അതുകൊണ്ടാണ് ഈ മെറൂണൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ മെറൂൺ, കാരണം ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇന്നലെ ഇത് കുറ്റമായിരുന്നു മിനിയാന്ന്, കാരണം ഇത് മഞ്ഞയുണ്ടല്ലോ. അതുപോലെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് പച്ചയുണ്ട്, അപ്പം അത് പാടില്ല. അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതിന്റെയൊക്കെ പിന്നിൽ ഈ പുള്ളി പറയുന്ന കാര്യങ്ങൾ എന്താ, കാരണങ്ങൾ എന്താ? എന്തെങ്കിലും കാരണങ്ങൾ അത് പറയുന്നുണ്ടോ? ആൾക്കറിഞ്ഞാലേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. എങ്ങനെ? ആൾക്കറിഞ്ഞാലേ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടുന്ന മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്. അതുപോലെയാണോ സാറ് സംഭവം? അപ്പ അത് കണ്ടവനെ വേണ്ടാന്ന് അപ്പാന്ന് പറഞ്ഞ് വിളിക്കാന്ന്, വേണ്ട, അപ്പ കണ്ടവനെ അത് അപ്പാന്ന് വേണ്ടാന്ന് വിളിക്കാന്ന് പറഞ്ഞു. പറയും. നിങ്ങൾ എന്ത് വേണേലും വിളിച്ചോ. അല്ല അത് വേണ്ടാന്ന് പറഞ്ഞത് വേണ്ട, അത് വേണ്ട. നീല നീല കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അല്ല പറ്റില്ല. അന്നേരം നീല സാറേ ഇതിന്റെ അകത്ത് അപ്പൊ അവരൊന്നും ചോദ്യം ചോദിക്കത്തില്ല? ഈ ഇരിക്കുന്ന ഇത്രയും ആ, ആളുകൾ ഒരു ചോദ്യവും ചോദിക്കത്തില്ല ഇതിനെ കുറിച്ച്? അത് ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് അവസാനം വരുന്ന, അത് എവിടെ ചെന്ന് കൺക്ലൂഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആ, ആ, ആ ആ ചോദിക്കുന്ന ആളുടെയൊക്കെ ആ, അമ്മ, അപ്പൻ, അവരുടെ ജനനേന്ദ്രിയങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് പിന്നെ സംഭാഷണം പോവുക. അതുകൊണ്ട് കഴിയുന്ന ചോദ്യങ്ങൾ വേണ്ടാന്ന് വെക്കും. അതായത് ലോക്കൽ മാർക്കറ്റിൽ പൈസ പിരിക്കാൻ പോയ ഗുണ്ടയുടെ അവസ്ഥ എന്ന് പറഞ്ഞ പോലെയാകും അല്ലേ? അതെ അങ്ങോട്ടും ഇങ്ങോട്ടും അതെ. സംസാരിക്കുന്ന ഭാഷ. അപ്പൊ 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 എന്താ വെച്ചാൽ 10-80 പേരിരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരാളെ പറയുമ്പോൾ അയാൾ തിരിച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം വലിയൊരു പ്രശ്നമാണെന്നൊക്കെ നമ്മൾ അത് ചിന്തിക്കാതെ നമ്മൾ അങ്ങനെയുള്ള ഭാഷയൊക്കെ അല്ല അത് ഉപയോഗിക്കുമ്പോൾ. ഞാൻ ചോദിക്കുന്നത് അത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഉം. നമ്മള് ഇപ്പൊ സാറും ഫോൺ ഉപയോഗിക്കുന്നു, ഞാനും ഉപയോഗിക്കുന്നു. ഇതിന്റെ അകത്ത് ഒരു ഉം. കോള് വിളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്ര പൈസ, അല്ലെ ഒരു ദിവസം 10 രൂപ അല്ല ചെലവാകുന്നു. അതില് ഒരു അല്ല ചോദ്യം ഒരു അതിൽ ചോദ്യം ഇതാ നമ്മള് ഒരു ചോദ്യം അല്ല ഇതാ ഉം. അതിൽ നമ്മള് വേറെ കാര്യമുണ്ട്. അതായത് ഫസ്റ്റ് ഇത് തുടങ്ങുമ്പോൾ തന്നെ ശിവപ്രസാദ് എന്ന് പറഞ്ഞ കക്ഷി വന്ന് പറയും, നമ്മളേറെ മര്യാദയോടെ ബഹുമാനത്തോടെ ആ. തളരാതെ തകരാതെ ഉലയാത്ത ഒരു ബന്ധം ഉണ്ടാക്കണം എന്നൊക്കെ ശിവപ്രസാദ് പറയും. ശിവപ്രസാദ് ഇപ്പൊ ആ, പേര് മാറ്റിയാട്ടാ. അച്ഛനും പേര് അമ്മയും മാറ്റി പേര് മാറ്റിയതാണെന്ന് മാറ്റി അറിയത്തില്ല, ഉണ്ണിയായി ഇപ്പൊ. ഉണ്ണിയായി. ശിവപ്രസാദ് ഇപ്പൊ അപ്പോ ഉണ്ണിയായി. അത് പുതിയ റൂമിൽ പുതിയ ഭാവത്തിൽ പുതിയ രൂപത്തിൽ എന്നല്ല ആ, പറയുന്നത്. അതെ അതെ അതെ. ഇപ്പൊ ഇപ്പൊ മമ്മൂട്ടി കഴിഞ്ഞ പടത്തിൽ അഭിനയിച്ച പേരല്ലല്ലോ ഈ പടത്തിൽ. എല്ലാം ഒരേ പേരിൽ വരാൻ പറ്റില്ല. ഓരോ കഥാപാത്രങ്ങൾക്ക് ഓരോ പേരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഇത് അങ്ങനെയാണ്. അങ്ങനെ അങ്ങനെയാണ്. ഇനി മറ്റേ ഇപ്പൊ ജയൻ തന്നെ എടുത്ത്, ജയൻ കുറെ പടങ്ങളിൽ രാജേട്ടനാണ്, രാജൻ എന്നാണ് പേര്. അത് തന്നെ പിന്നെ ബോറിംഗ് ആയിപ്പോയി. അപ്പൊ പിന്നെ ജയൻ പേരൊക്കെ മാറ്റി. അങ്ങനെ പേര് മാറും, അത് കുഴപ്പമില്ല. ആളത് തന്നെയല്ലേ നിങ്ങൾക്ക്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചെങ്കില് അച്ചടക്കം, മര്യാദ, അങ്ങനെ അങ്ങനെ ഒരു 3 കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ പാലിക്കണം എന്ന് പറയുമ്പോൾ നമ്മളോട് ഇതൊക്കെ പാലിക്കണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ചോദ്യം ചോദിച്ചവർക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ പൊളിച്ചതെറിയാണ്.
നമ്മളിതെല്ലാം പാലിച്ചോളണം. തെറിയല്ല പറയുന്നത്, ജനനേന്ദ്രിയം, ആ സ്ത്രീ പുരുഷ ജനനേന്ദ്രിയം, അത് അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ ജനനേന്ദ്രിയം എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഞാന് പിന്നെ ഇവരത്രയും നമുക്ക് കേട്ടിട്ട് അതാ ഞാൻ ഇപ്പോഴത്തെ എന്റെ സംശയം അതാണ് സാറേ. നമ്മള് അല്ല, അവരിങ്ങനെ എന്തോ എന്തോ വലിയൊരു സംഭവം കേട്ടവർ ഇങ്ങനെ ഊറിച്ചിരിക്കുന്ന കാണാം, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര വല്ലാതെ ഇങ്ങനെ ചിരിക്കുന്ന കാണാം കാശ് അവരെ. കൊടുത്ത ഒരുത്തന്റെ മീറ്റിംഗിൽ പോയിരുന്ന അവന്റെ തന്തക്ക് വിളിയും അതെ. തെറിവിളിയും കേൾക്കുക. തന്തയ്ക്ക് വിളിച്ചിട്ടില്ല, തന്തയ്ക്ക് വിളിച്ചിട്ടില്ല, അല്ല, തന്തയ്ക്ക് വിളിച്ചില്ല. അച്ഛന്റെ അമ്മയുടെയും തന്തയുടെ ജനനേന്ദ്രിയത്തെ കുറിച്ച് പറയാതെ ആ തന്തക്ക് വിളിക്കുന്നത് അത് പറയുമ്പോ അത് അച്ഛനെ ചേർത്ത് വിളിയല്ലല്ലോ അത്. ചേർത്ത് പറയുകയാണ് ജനനേന്ദ്രിയത്തെ കുറിച്ചാണ്. പറയാണ്. അല്ലാതെ പറയുന്നില്ല അല്ലേ? ഡയറക്റ്റ് പറയുന്നില്ല. ഏയ് ഇപ്പം ഈ പറഞ്ഞ 1200 പേരിൽ ഇപ്പോഴും അത് തുടങ്ങിയ സമയത്ത് ഞാൻ നോക്കുമ്പോഴത്തേക്കും സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ ആയിട്ട് 600, 700, 800 പേരായി. ഇന്ന് നോക്കുമ്പോഴത്തേക്ക് 1200 പേരെങ്ങാണ്ട് അതിൻ്റെ അകത്തായി ഫോളോവേഴ്സ്. അപ്പൊ ഈ ട്രാപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ആയി പോകുമല്ലേ? ഇനിയും അത് കണ്ടിന്യൂ ആകത്തില്ലേ? അല്ല, ഇനി പൈസ പിരിക്കലില്ലല്ലോ. ഇപ്പൊ ഡ്യൂറേഷൻ കുറച്ചില്ല, 1 മണിക്കൂറല്ലേ ഉള്ളൂ രാവിലെ. രാവിലെ 1 മണിക്കൂർ, 1 മണിക്കൂറേ ഉള്ളൂ. ഇനി പൈസ പിരിക്കലില്ല, ആരും അതിപ്പോ ക്ഷണിക്കുന്നില്ല. തുടക്കമായതുകൊണ്ടല്ലേ എന്ന് വെച്ചാൽ ഇതില് അല്ല, ഇനി ഇതിൽ ആർക്ക് വേണമെങ്കിൽ വന്ന് പ്രയർ എടുത്ത് പോവാം. ഇനിയിപ്പോ നമ്മള് ഈ മറ്റേ ഉഴവൂർ ദേവസ്വം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലേ, അവിടെ പോയാൽ ഭക്ഷണം കിട്ടും, തൊഴാം, പിരിഞ്ഞു പോവാം. ഭണ്ഡാരം ഇല്ല, ഇവിടെ ഭണ്ഡാരം ഇല്ല, ഇവിടെ ഒന്നും വേണ്ട. ഒന്നും ഇടണ്ട, ചുമ്മാ കയറി ഇരിക്കാം. പക്ഷെ ആ ഇരിക്കുന്നതിന്റെ അകത്ത് ഇരിക്കുമ്പോഴാണല്ലോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്തക്ക് വിളിച്ചാൽ പോലും തിരിച്ച് പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത. അല്ല, അത് എക്സ്പെഡിഷനിൽ ഇപ്പൊ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളല്ലേ ഉള്ളൂ. ഇത് കേട്ട് പരിചയിച്ച ആളുകളാണല്ലോ, അവർക്ക് ഇത് ഒരു വലിയ വിഷയമല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് അവരെ ആ ഒരു അഡിക്ഷൻ ലെവലിലേക്ക് കൊണ്ടുപോയതിന്റെ ഒരു പ്രൈമറി ഫോക്കസ് ഈ ഒരു സംഭവമായിരുന്നല്ലോ. ഇതിലേക്ക് വന്ന ആളുകളാണല്ലോ അവിടേക്ക് എത്തുന്നത്. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. ഇപ്പൊ 2 ടീമും, അതായത് മിറാക്കിൾ മിഷൻ എന്നും പറഞ്ഞുകൊണ്ട് അവന്മാരും ചെയ്യുന്ന ഇത് തന്നെയാണ്. ഇവന്മാര് ഓൾറെഡി ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തു, പണി മേടിച്ചു. അത് പിന്നെ അത് വേറൊരു കാര്യമുണ്ട്. അത് പിന്നെ ഇതുപോലെയല്ല. അത് വെൽ എസ്റ്റാബ്ലിഷ്, വെൽ ഓർഗനൈസ്ഡ് സംഭവമാണ്. കാരണം ഇതുമാതിരി ഒരു മൊബൈലിന്റെ പവർ സ്വിച്ചിലല്ലാതെ അത് വേറൊരു ചാരിറ്റബിൾ ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഫിസിക്കലി നമുക്ക് കാണാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് ഫിസിക്കലി നമുക്കൊന്നും, അത് വേറെ കാര്യം. പക്ഷെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തില്ല. അതിപ്പോ എന്റെ ദൗത്യമല്ല. ഇതൊന്ന് കഴിയട്ടെ. ഇപ്പൊ നിങ്ങളുടെ ഐഡന്റിറ്റി റിവീൽ ആയില്ലേ സാർ? അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇനി എങ്ങനെ അവിടെ കയറാൻ പറ്റുക? എവിടെ? ഇവരൊക്കെ ശ്രദ്ധിക്കുന്നത് 1,00,000 രൂപ തരുന്നുണ്ടോ, പിന്നെ അത് ആരാണെന്നൊന്നും പ്രശ്നമില്ല. അല്ല, അത് സമർപ്പണത്തിൽ കൊടുക്കുന്നതാണെന്നാ പറയുന്നത്. 1,00,000 രൂപ ഞാൻ കണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ ഏറെ രസകരമായത്, ഒരു പട്ടാളക്കാരൻ അവിടെ റൂമിൽ വന്ന് അവൻ എക്സ്പെഡിഷനിൽ കയറി ഇരിക്കുന്നുണ്ട്. അപ്പൊ അവന്റെ മുമ്പിൽ പറയുകയാണ്, നമുക്ക് ജനാധിപത്യത്തിലൊന്നും വലിയ വിശ്വാസമില്ല, ഇന്ത്യ എന്ന രാജ്യം തന്നെ. അതെ, പോലീസുണ്ട്. മെയിൻ പ്രൊമോട്ടറിൽ ഒരാൾ പോലീസുകാരിയാണ്. അവരാണ് കൂടുതൽ ആൾക്കാരെ ജോയിൻ ചെയ്യിച്ചിരിക്കുന്നത്. അപ്പോ ഈ പട്ടാളക്കാരൻ ഇരിക്കുമ്പോഴാണ് പറയുന്നത്, ഇന്ത്യ എന്ന ഒരു കൺസെപ്റ്റ് തന്നെ എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. ഇവിടുത്തെ ജനാധിപത്യത്തിൽ എനിക്ക് വിശ്വാസമില്ല, ജനാധിപത്യ സംവിധാനത്തിൽ എനിക്ക് വിശ്വാസം. ഇതൊക്കെ ഞാൻ കേരളമൊക്കെ ഞാൻ പണ്ടേ കളഞ്ഞു പോയതാണ്. അതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന ഒരു രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തുമ്പോൾ ആ പട്ടാളക്കാരൻ എന്ത് ചെയ്യണം? അവന്റെ മിലിറ്ററി ഇന്റലിജൻസിനോ ആർക്കെങ്കിലും അവൻ ഇൻഫോം ചെയ്യണ്ടേ മിനിമം? പിന്നെ അവനത് ശരിയാണെന്നും പറഞ്ഞ് അവൻ ഇവിടെ ഇരിക്കുകയാണ്. അതുപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അറിഞ്ഞിട്ട് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു സാധാരണ ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിലാണ് ഞാൻ ഈ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അവന്റെ പരിശീലന സമയത്ത് അവനെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവളെ പഠിപ്പിക്കുന്നത് 24 മണിക്കൂർ അവർക്ക് ഡ്യൂട്ടിയാണ്. അവർ എവിടെ ഇരുന്നാലും അത് ഡ്യൂട്ടി സ്ഥലമാണ്. അവിടെ എന്ത് നിയമലംഘനം നടന്നാലും നിയമപാലകരാണല്ലോ അവര്. അവര് വീട്ടിലിരിക്കുകയാണെങ്കിലും ഒക്കെ വിളിച്ച് അപ്പോൾ പോകണം. അങ്ങനെയൊക്കെയാണ് അവരുടെ ലീവിലാണെങ്കിൽ ലീവ് ക്യാൻസൽ ചെയ്ത് പോകണം. പട്ടാളക്കാരനൊക്കെ അങ്ങനെയാണ്. ഇവരൊക്കെ രാജ്യത്തിന് വേണ്ടി സേവനം നടത്തുന്ന അവർക്ക് പോലും ഇതിങ്ങനെയാണെന്നൊരു ബോധ്യം വന്നിട്ട് പോലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ അവര് മാനസികമായിട്ട് അത്രമാത്രം ഇവിടെ അവര് സമർപ്പിച്ചു പോയി. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിമകളായിപ്പോയി, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സമർപ്പിച്ചു പോയി. അല്ല, ഇത് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം തന്നെയാണ്. നമ്മളത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ,
ഇതില് സാറിന്റെ നിഗമനം എന്താ? ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും അഡിക്ഷനിലേക്ക് പോകുന്നത്? ഇല്ല, അത് ഈ എക്സ്പെഡീഷൻ റൂമിലെ ഡാർക്ക് സൈഡാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പൊ സംസാരിക്കണ്ട. അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ്. ഓക്കെ. ഡാർക്ക് സൈഡാണ് അത്. അല്ല, അതിലേക്ക് ഞാനത് ആദ്യമേ അതിനെക്കുറിച്ച് തന്നെ നമ്മൾ പറഞ്ഞത് നമ്മളുടെ ഇപ്പൊ അത് കംപ്ലൈന്റുമായിട്ട്. ഞാൻ പറഞ്ഞില്ല. നമ്മളിപ്പോ ഒരു കൈ ഇങ്ങോട്ട് നമ്മൾ തിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ എല്ലാവരും ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോകും. അതെ, അതെ. ഇത് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഈ കൈ ഇങ്ങനെ ഞാനിപ്പോ ചെയ്യുന്ന പോലെ ഈ കൈ തിരിച്ച് തിരിക്കണമെങ്കിൽ, രണ്ട് കൈ രണ്ട് ഭാഗത്തേക്ക് തിരിക്കണമെങ്കിൽ കുറച്ച് കോൺസെൻട്രേഷൻ വേണം. ശ്രദ്ധിച്ചോ? ഇതാണ് നമ്മുടെ പ്രാക്ടീസ്. അതെ. അപ്പോഴേ അവിടെ നമ്മൾ ആ ഫ്ലോയിലേക്ക് പോകാതിരിക്കുള്ളൂ. അപ്പൊ ഇപ്പൊ വ്യക്തമായില്ലേ? എൻ്റെയർലി എനിക്ക് കാര്യങ്ങൾ അറിയാം. ഞാനത് അറിയാം. സാറിനെ കൊണ്ട് പറയിപ്പിക്കുന്നതിന്റെ കാരണം കഴിഞ്ഞ ഇതിലും എല്ലാം ആളുകൾ പറഞ്ഞ എന്താ, നിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും കേൾക്കാനല്ല, സത്യദാസ് പറയുന്നത് നിങ്ങൾ കേൾക്കാനാണ്. പറഞ്ഞു മടുത്തു. നിങ്ങൾ പറഞ്ഞു മടുത്തു. നിങ്ങളെ കേട്ടും മടുത്തു. സത്യദാസ് പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ വന്നേന്ന് പറഞ്ഞു പല അതെ ആളുകളും. അതെ 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 അപ്പൊ സത്യദാസ് തന്നെ അതെ. പറയട്ടെ, ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായാലും അതിന്റെ ഡാർക്ക് അതായത് സൈഡ്. ഇതിന്റെ ഞാൻ പറയാവുന്ന കാര്യങ്ങളും ഇപ്പൊ കേസിനെ ബാധിക്കാത്ത കാര്യങ്ങളും കേസിന്റെ, അതായത് പരാതിയുടെ മുന്നോട്ടുള്ള സുഗമമായ യാത്രയ്ക്ക് ബുദ്ധിമുട്ടാവുന്ന ഒരു കാര്യവും ഞാൻ ഇന്ന് പറയില്ല എന്നുള്ളത്. അത് കാരണം എന്താ വെച്ചാൽ നമ്മൾ തന്നെ പരാതി കൊടുത്ത് ആ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ തന്നെ ഇവിടെ വന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവരിതെല്ലാം അത് തെളിവ് കറക്റ്റ് നശിപ്പിക്കും. ചെയ്ത് ഹൈഡ് ചെയ്ത് അതെ, തെളിവ് നശിപ്പിക്കും. അപ്പൊ തെളിവ് നശിപ്പിക്കും. അത് അത് എന്നോട് പിന്നെ അടുത്ത ദിവസം പോകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കും, നിങ്ങൾ തന്നെയല്ലേ ഈ പണി വേണ്ടാത്തൊക്കെ ചെയ്തതെന്ന് പറയും. അതെ, തീർച്ചയായിട്ടും. അതാണ് അതിന്റെ വിഷയം. അത് ശരിയല്ല. അപ്പൊ ചില തെളിവുകൾ അവിടെ ഇരിക്കട്ടെ. അതെ, അതെ. പിന്നെ അതങ്ങനെ തന്നെ പോയാൽ പിന്നെ മതി. അവർ അല്ല, അല്ല, ഈ ഈ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച കാര്യം, ഇന്ന് മുതൽ അവർ വേറെ രീതിയിൽ ആക്റ്റീവ് ആകുമ്പോൾ എനിക്ക് ഇവരൊക്കെ അവിടെ ഉണ്ടല്ലോ. എനിക്കിനി നമ്മുടെ പരാതികൾ മുന്നോട്ട് പോകുമ്പോൾ ഇവരൊക്കെ അവിടെ ഉണ്ടല്ലോ, അതെ, ലൈവായിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ വീട്ടിലുണ്ടാവും. അതെ, 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 തീർച്ചയായിട്ടും. അത് നല്ലൊരു മുന്നേറ്റം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അവർ ഈ പരിപാടിയായിട്ട് കണ്ടിന്യൂ ചെയ്യണം. അവർ അത്രയും ധൈര്യത്തിൽ തന്നെ ആ പരിപാടിയായിട്ട് കണ്ടിന്യൂ അതെ ചെയ്യണം. ഇനി അതെ പറ്റുമെങ്കിൽ അവരൊരു ഇതിൻ്റെ അകത്തേക്ക് ഒരു 19,000 പേരെയും കൂടെ ചേർക്കണം. എല്ലാവരിൽ നിന്നും ഒരു 50 ഈ രൂപ മേടിച്ചാൽ. 50,000 എന്നുള്ളത് 1,00,000 രൂപയൊക്കെ ആക്കി കൊടുക്കാം. അപ്പോഴും ആൾക്കാർ കൊടുക്കാനുണ്ടാവുള്ളൂ. അല്ല, സമാധാനം 50,000 കിട്ടുമെങ്കിൽ. പേരെ അവർ ഈ എക്സ്പെഡിഷനിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവര് വലിയൊരു ആർമി ആകും. അവര് അതെ, വലിയൊരു, ഇപ്പൊ കേരള പോലീസ് എന്നൊക്കെ പറയുന്ന പോലെ വലിയൊരു ഫോഴ്സ് ആകും. ഫോഴ്സ് ഓഫ് വലിയൊരു മോൺസാൻ. ഫോഴ്സാണ്. അതെ. ഏഹ് ഇപ്പൊ തന്നെ അല്ല, 1000 പേരെയൊക്കെ. മോസാൻ ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പൊ മോസാൻ ഇല്ലല്ലോ. അല്ല, ഇപ്പൊ 1000 പേരെയൊക്കെ മീറ്റിംഗിൽ പങ്കെടുപ്പിക്കുന്ന ആളുകളുടെയൊക്കെ ഈഗോ അത്രമേൽ വലുതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതെ അതെ. അവര് ആ ഒരു രീതിയിൽ അവർ പ്രൈവറ്റ് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നു. സാർ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു മീറ്റിംഗ് കയറിയെന്ന് പറഞ്ഞില്ല, അപ്പൊ സാറിന്റെ ആ ഒരു എക്സ്പീരിയൻസും കൂടെ ഒന്ന് പറയാമോ? അല്ല, അത് സെയിം തന്നെയാണല്ലോ. ഇത് നമ്മള് ഇത്രയും നാൾ ഇവിടെ ഇരുന്ന് കേട്ടത് തന്നെയാണ് അവിടെയും കേൾക്കുന്നത്. വേറെ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു വ്യത്യാസവും ഇല്ല. അവിടെ വേറൊരു പ്രശ്നമുണ്ട്. അവിടെ അയാൾ വളരെ ശ്രദ്ധിക്കുന്ന കാര്യം, അയാൾ ഹൈന്ദവ ദൈവങ്ങളെ കുറ്റം പറയുന്നില്ല, ക്രിസ്തീയ ദൈവങ്ങളെ കുറ്റം പറയുന്നില്ല, ഇസ്ലാമിക സംസ്കാരത്തെയോ ദൈവങ്ങളെയൊന്നും കുറ്റം പറയുന്നില്ല. തട്ടമിടാനൊക്കെ ആയിട്ട് അനുവദിക്കുന്നുണ്ട്. മറ്റേത് ഇവിടെ തട്ടമൊന്നും പാടില്ലല്ലോ. തട്ടമെല്ലാം മാറ്റിവെക്കണം എന്നൊക്കെ ഉള്ള സാഹചര്യമാണ്. അതായത് മതപരമായ ചിഹ്നങ്ങളോ മതപരമായ കാര്യങ്ങളോ ഒന്നും ഈ പറഞ്ഞ. കുറിയോ തട്ടങ്ങളോ സിന്ദൂരം അങ്ങനെ അതൊന്നും പാടില്ല. അത് മൊത്തത്തിൽ ഒരു ഉടച്ചു വാർക്കലാണ് ശരിക്കും, അല്ലേ? ഉടച്ച് വാർക്കലാണോ ഉടച്ച് ഇല്ലാതാക്കലാണോ എന്നുള്ള അറിയില്ല. എന്താ സംഭവിക്കുന്നത്? ഉടച്ചിട്ട് പിന്നെ വാർക്കാനാണ് വേണ്ടേ? ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞ മാതിരി ഇളകാൻ ഇനി ഒന്നും ബാക്കിയില്ല, എല്ലാം ഇളകിയിരിക്കുകയാണ് സാർ. അതാണ് ഉടച്ച് വാർ ഇത്രയും അടിമത്വം ആളുകൾക്ക് വരുന്ന. അത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. ഇവർ ഈ 2025 ജീവിക്കുന്ന ആളുകൾക്ക് അവർക്കന്നേരം 6 കോടി രൂപ പ്രതീക്ഷിച്ചിട്ടാണോ അവർ ഈ ഇത്രയും പണി ഇയാൾക്ക് വേണ്ടി എടുക്കുന്നത്? എന്റെ സംശയം അതാ, പ്രധാന സംശയം അതാ. അല്ല, അവിടെ ഇരുന്നാൽ എന്തെങ്കിലും ഒന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ടല്ലോ എല്ലാവർക്കും. ഇപ്പൊ എനിക്കും ഞാൻ വേറെ ഉദ്ദേശത്തിലാണ് അതിനകത്ത് പോയതെങ്കിൽ എനിക്കും ഒരു 6 കോടി കിട്ടിയ തിരക്കേടില്ലായിരുന്നു എന്ന് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നുമായിരുന്നു. കുറച്ച് മിണ്ടാതിരുന്നിട്ട് ഒരു 6 കോടി വാങ്ങിച്ചിട്ട് ശേഷം കാരണം ഇത് ചെറിയൊരു എമൗണ്ട് അല്ലല്ലോ. നിങ്ങൾ എന്താ പറയുന്നത്? നമുക്ക് പിന്നെ EMI പേടിക്കണ്ട, എനിക്കൊരു 15 ലക്ഷം ഒന്നും ബാങ്ക് പേടിക്കണ്ട. അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത്. അത് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവുമല്ലോ. എല്ലാ ഇന്ത്യക്കാർക്കും 15 അല്ല ലക്ഷം അത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല അല്ല അത് നമ്മള് ഈ പല കാര്യങ്ങളും ഈ ഇപ്പോ നമ്മളെ കരുവന്നൂർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആളും വരും തരും എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഉണ്ട്. എനിക്ക് അതുപോലെ സത്യം അതുപോലെ പറയാൻ അതുപോലെ 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 വേറൊരു കാര്യമുണ്ട്. ഈ ഇദ്ദേഹത്തെ
നമ്മള് കോണ്ടാക്ട് ചെയ്യാൻ വിളിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. ആ. വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ ഫൈൻ ഉണ്ട്. ഇദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ ഫൈനൊക്കെ ഉണ്ട്. ഒരു ഫോണിൽ ഇദ്ദേഹത്തെ വിളിക്കുക മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപയൊക്കെ ഫൈൻ അടക്കണം. ഓ. ആ അപ്പോ അപ്പോ ആ, അപ്പോ എന്താ പ്രശ്നം വെച്ചാൽ, പക്ഷെ ചിലർ പറയും ഞാൻ ഇന്നലെ വിളിച്ചിരുന്നല്ലോ, അതെ വിളിച്ചിരുന്നു, എന്നിട്ട് മറ്റേ ആൾ തന്നെ വിളിച്ചില്ല, എന്റെ നമ്പർ ഒന്നും കൊടുത്തില്ല എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഫൈൻ ഇല്ല. ചില ആൾക്കാർക്ക് അങ്ങനെ ഫൈന് വിട്ടു. അല്ല, അപ്പൊ 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 നമ്മൾ ഇത് എന്ത് മാർക്കറ്റിംഗ് മാനേജേഴ്സ്, അതായത് ഈ ഒരു കമ്പനിയുടെ സ്ട്രക്ചറിലാണല്ലോ ഇത് പോകുന്നത്. അല്ല, അതിനകത്ത് നമുക്ക് മൾട്ടി ലെവൽ നമുക്ക് മാർക്കറ്റിംഗ് നമുക്ക് വേറൊരു കമ്പനിയാണ്. കാര്യമുണ്ട്. ഞാൻ കണ്ട വേറൊരു വലിയ രസകരമായ ഒരു കാഴ്ചയുണ്ട്. അതായത് ഈ റെയ്ക്കി എന്ന് പറഞ്ഞ ചികിത്സയുണ്ടല്ലോ. ആ. റെയ്ക്കി എന്ന് പറഞ്ഞ ചികിത്സയൊക്കെ ചെയ്യുന്ന നല്ല താടിയൊക്കെ വെച്ച ഒരു മനുഷ്യൻ, മുടിയൊക്കെ നീട്ടി വളർത്തി താടിയൊക്കെ വെച്ച ഒരു മനുഷ്യൻ, ഭയങ്കരമായിട്ട് ഇരുന്ന ഗംഭീർ. മനുഷ്യൻ, അദ്ദേഹം 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 2 ദിവസം കൊണ്ട് താടിയെല്ലാം മാറ്റി മീശയെല്ലാം എടുത്ത് തിരൂര് മുട്ടയടിച്ച് തിരൂരുള്ളൊരു അദ്ദേഹം പുള്ളിയല്ലേ? ആ അദ്ദേഹം പുള്ളിയുടെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു, ഒരു കോമാളി. അദ്ദേഹം അദ്ദേഹം എന്താന്ന് വെച്ചാല് അദ്ദേഹം ഫുൾ സറണ്ടർ ആയി പോയി. അദ്ദേഹം കണ്ണു നിറഞ്ഞു, അദ്ദേഹത്തിന്റെ ആ പ്രൊഫഷൻ കളഞ്ഞു, എല്ലാം കളഞ്ഞ് അദ്ദേഹത്തിന്റെ ചുറ്റുപാടുള്ള ആൾക്കാർ അദ്ദേഹത്തെ കളഞ്ഞു. മൊത്തത്തിൽ എല്ലാം കഴിഞ്ഞ് അവസാനം ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും തുമ്മി അല്ലെങ്കിൽ പനി വന്ന് കിടന്നു വന്ന് ഇദ്ദേഹം എടുത്ത് പുറത്തിടുക അദ്ദേഹത്തെ. അതോടെ ആളുടെ കാര്യം തീരുമാനം. അങ്ങനെ അദ്ദേഹമായിരുന്നു എനിക്ക് അവിടെ കണ്ടതിൽ ഏറ്റവും നല്ല. അതായത് അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ജീവിതം വളരെ 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 ശോകമായി പോയത്, കോമഡി പീസ്, ബോറിംഗ് ആയി പോയത്. കോമഡി പീസാണോ? അത് അതാണ് സാർ ഉദ്ദേശിക്കുന്നത്. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായ മനുഷ്യൻ. എനിക്കൊക്കെ ജീവിതത്തിൽ കഴിയുമെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് നേരിൽ കാണാൻ ആ കാലം തൊട്ട് വന്നിക്കണം. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് റെയർ പീസാണ്, കിട്ടില്ല. അത് എനിക്ക് ഞാൻ സുധീറിനൊന്നും നേരിൽ, അദ്ദേഹത്തിന്റെ എനിക്ക് പേരൊക്കെ താങ്കളെ ഓർക്കുന്നത്. നേരിൽ കാണണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹമില്ല. പക്ഷെ ഇങ്ങനെ ചില സെലക്റ്റീവ് സാധനങ്ങൾ ആളുകളെ എനിക്ക് കണ്ടേ പറ്റൂ. കഴിഞ്ഞ ദിവസം എന്റെ ഭയങ്കര യൂട്യൂബിന്റെ ചാനൽ, ആ സാറിന്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഒരുത്തൻ എന്റെ ഫാമിലിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവനൊരു 5-6 റിപ്ലൈ അങ്ങ് കൊടുത്തായിരുന്നു. സാർ കണ്ടായിരുന്നു? ഞാൻ എന്താ പ്രശ്നം എന്ന് വെച്ചെങ്കിൽ എനിക്ക് ഈ ഞാൻ ഡേ ടൈമിലൊക്കെ എനിക്ക് ഇപ്പൊ നമ്മളിപ്പോ സുധീറിനോട് ഞാൻ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. നമ്മളിപ്പോ 50,000 രൂപ കൊടുക്കാനുള്ളവന്റെയും 50,000 6 കോടിയുടെ ആസ്തി പ്രതീക്ഷിച്ചവന്റെയും കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ, സുധീർ. അതെ. പക്ഷെ എനിക്ക് ഞാൻ പ്രവർത്തിക്കുന്ന ഒരു റിസോഴ്സ് പേഴ്സൺ എന്നുള്ള മേഖലയിൽ ഇവിടെ തൊട്ടടുത്ത് BR ഷെട്ടിയുടെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്. ഇനി അതിന്റെ അവിടെ പേരൊന്നും ഇപ്പൊ വിളമ്പല്ലേ, യൂട്യൂബിൽ ആ പോകുമ്പോ പിന്നെ അപ്പൊ 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 പള്ളിയാവില്ല. അപ്പൊ 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 അവിടെ കക്കൂസ് കഴുകുന്ന സ്റ്റാഫുകൾക്ക് ഓ. അവർക്ക് അവർക്ക് 15,000 രൂപ സാലറി ഉള്ളൂ. അത് 3 മാസത്തെ പെൻഡിങ് ആണ്. അവർക്കുള്ള EPF ഇവരെ നിന്ന് കളക്ട് ചെയ്ത് അടയ്ക്കാതെ 1,50,000 രൂപ പെൻഡിങ് ആണ്. പിരിഞ്ഞു പോയവർക്ക് EPF കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞ് വരുമ്പോ ഞാൻ ഈ 50,000 രൂപയുടെ പുറകെ നടക്കണോ? ഈ 50,000 രൂപ കൊടുത്തിട്ട് സമാധാനം ആ ശുചീകരണ തൊഴിലാളിക്ക് അത് ആ നൂല് കിട്ടുന്നതിന് വേണ്ടിയല്ലേ ഞാൻ ശ്രമിക്കണം. അതെ, തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും, അപ്പൊ 100%. ഡേ ടൈമിൽ എനിക്ക് ഇതൊന്നും വായിക്കാൻ സമയമില്ല. കാരണം എന്റെ മുമ്പിൽ അവർ 1-2 പേര് വരും. അപ്പൊ ഞാൻ അവരുടെ കാര്യത്തിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ പകൽ സമയം മുഴുവൻ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ ഇൻവോൾവ് ആയിരിക്കും. അത് കുറച്ച് ഓൺലൈനിൽ കുറച്ച് ചെയ്യണം. കർണാടകയിലായിരിക്കും അവരുടെ ഈ EPFന്റെ ഓഫീസ്. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇവർക്കത് വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. ചിലപ്പോൾ ചില ആൾക്കാരെ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചിട്ടുണ്ടാകും. ചില ആൾക്കാർക്ക് സൗജന്യ നിയമസഹായം കിട്ടാൻ വേണ്ടി നമ്മുടെ ലീഗൽ സർവീസസ് അതോറിറ്റിയിലേക്ക് അയച്ചിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ കുറച്ച് 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 പണിയുണ്ട്, കുറച്ച് ബിസിയാണ് അങ്ങനെയുള്ള. അപ്പൊ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ കുറച്ച് ബിസിയാണ്. അപ്പോൾ ഈ 50,000 രൂപയൊന്നും ഈ വലിയ തുക നഷ്ടപ്പെടുത്തിയ ആൾക്കാരൊന്നും നമ്മുടെ മനസ്സിൽ വരില്ല. ഇല്ല, അപ്പൊ ഇല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട കമന്റുകളിലൊന്നും നമുക്ക് കാര്യമായി ശ്രദ്ധിക്കേണ്ട. പക്ഷെ ചില കമന്റുകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ വന്ന് അതിന് മറുപടി കൊടുക്കുക. അല്ലാതെ ഫുൾ ടൈം നോക്കി ഇതിന് എത്ര കമന്റ് വന്നു, എത്ര റീച്ച് കിട്ടി, ആരൊക്കെ കണ്ടിട്ടുണ്ട്, ഇതൊന്നും എന്റെ വിഷയമേ അല്ല. അല്ല, അതാ ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ വന്ന് പോലും അത്രയും, അതായത് എനിക്ക് പണിയല്ല, എൻ്റെ ഫാമിലിക്ക് പണിയാണ്, പണി കിട്ടും, എൻ്റെ കുഞ്ഞു മക്കൾക്ക് പണി കിട്ടും, ഭാര്യയ്ക്ക് പണി കിട്ടും, വീട്ടുകാർക്ക് പണി കിട്ടും എന്നൊക്കെ പറയുമ്പോൾ അവന്റെയൊക്കെ മാനസികാവസ്ഥ ഇത്രമേലാവുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവിടെ അത്രയും അന്ധമായിട്ട് അവൻ സംസാരിക്കണമെങ്കിൽ അവന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? അല്ല, നമ്മളെ അസ്വസ്ഥരായിട്ടുള്ള കുറേയധികം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് അവർക്ക് കൃത്യമായിട്ടൊരു ബോധവൽക്കരണം നമ്മൾ നടത്താൻ പോയാൽ അവര് ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ തെരുവില് ഒരു വണ്ടി ഇടിച്ച് കിടക്കുന്ന ഒരു തെരുവ് നായയെ രക്ഷിക്കാൻ പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അവന്റെ മുഖം ഒന്ന് കെട്ടേണ്ടി വരും.
അല്ല ഇവനെ രക്ഷിക്കാൻ പിടിക്കുകയാണോ, ഇവനെ ആക്രമിക്കാൻ, കാരണം ഇടികൊണ്ട് കിടന്നവൻ വീണ്ടും ആക്രമിക്കാൻ തന്നെ വരിക. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ അവരോട് പറയുമ്പോൾ നമ്മളെ അവർ നെഗറ്റീവായിട്ടൊക്കെ കരുതുക. അപ്പോൾ അവർക്കൊരു രക്ഷകൻ വരുമ്പോൾ ആ രക്ഷകനാണ് രക്ഷകൻ, ബാക്കിയെല്ലാം മറ്റെന്താ പറയുക വില്ലന്മാരാണ്. അവർ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് രണ്ട് കൊമ്പൊക്കെ വെച്ച്, സുധീറിന് രണ്ട് കൊമ്പൊക്കെ വെച്ച് ഒരു ഭീകര രൂപത്തിൽ നാക്കൊക്കെ പുറത്തേക്ക് തള്ളിയിട്ടാണ് സുധീറിനെ കാണുന്നത്. മനസ്സിലായില്ലേ? അല്ല എന്നാൽ അതെനിക്ക് യഥാർത്ഥ മനസ്സിലായി, സാർ പറഞ്ഞ എനിക്ക് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ അത് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താനുള്ള ട്രെയിനിങ് ഇവിടെ എന്താ കൊടുക്കുന്നത്, അതാണ് ഞാൻ ചോദിച്ചതിന്റെ ആശയം. അത് ഡാർക്ക് സൈഡാണ്. അത് നമുക്ക് വേറൊരു സമയത്ത് ഇതിന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ എന്തായാലും ഡാർക്ക് സൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം നമുക്ക് മാറ്റി വെച്ചേ പറ്റും. അത് ഇവിടെ ഞാൻ വളരെ സീരിയസ് ആണ്. നമുക്കത് അത്തരം കാര്യങ്ങൾ നമുക്ക് വീണ്ടും മറ്റൊരു സമയത്ത് റിവീൽ ചെയ്യാം. ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് അത് പറയുന്നത്. കാരണം അത് വേറൊരു സംഭവമാണ്. അത് എങ്ങനെയാണ് നമ്മളിലേക്ക് ഇൻജക്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അത് ചെയ്യുന്നത്, എനിക്ക് വിശദമായ എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്, വളരെ സീരിയസ് ആയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് തമാശ അത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് തമാശ ഒന്നും വേണ്ട. ഞാൻ ഈ കാര്യം എനിക്ക് എക്സാക്ട്ലി അല്ല, ഞാൻ പുറത്തു പഠിച്ചത്, ഞാൻ അതിനകത്തുനിന്നാ പഠിച്ചത്. അതാ പറഞ്ഞു, സാർ അതിന്റെ അകത്ത് പോയിട്ട് പഠിച്ചതാണ്. അപ്പോ ഇപ്പൊ നമ്മളൊരു സൈക്കോളജിക്കലി അപ്രോച്ച് ചെയ്യുന്നത് അത് മറ്റൊരു രീതിയാണല്ലോ. അപ്പൊ സാർ ഇത് പഠിച്ചതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പൊ അതിന്റെ ആ ഒരു ഡാർക്ക് സൈഡ് നമുക്ക് സീരിയസ് ആയിട്ടൊരു ഡാർക്ക് സൈഡിനെ കുറിച്ച് നമുക്ക് സീരിയസ് ആയിട്ടൊരു ഡിസ്കഷൻ വീണ്ടും വെക്കാം. എന്ന് മാത്രമല്ല, അത് ഞാൻ 50,000 രൂപ കൊടുത്ത് പഠിച്ചിട്ടുണ്ടാണ്. അത് എനിക്ക് പൈസ തന്നാലേ നിങ്ങളടുത്ത് ഞാൻ പറയുള്ളൂ. അത് സൗജന്യമായിട്ട് മനസ്സിലായി. നിങ്ങൾ പൈസക്ക് വേണ്ടിട്ട് നിൽക്കുന്ന ആളാണ്, എന്നെ പോലെയൊക്കെ തന്നെയാണെന്ന് മനസ്സിലായി. ഞാനിവിടെ ഈ ചാനലിന്റെ റവന്യൂവും കാര്യങ്ങളും ഒക്കെ ഈ നാട്ടുകാരെ ഓപ്പൺ ആയിട്ട് പൊളിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഇതാണ്, എനിക്ക് 10 പൈസയുടെ വരുമാനം ഉണ്ടായിട്ടൊന്നുമില്ല. ഞാൻ എത്ര മണിക്കൂറുകളാണ് ഇതിനു വേണ്ടി കളയുന്നു പറയാം. എന്റെ ലൈഫില് ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട സമയം ഇതിനു വേണ്ടി കളയുന്നത്. നമ്മൾ രണ്ടാൾ ഈ റൂമിന്റെ പുറത്ത് ഒരു ഭണ്ഡാരം വെക്കേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും ഉദാരമായി സംഭാവന ചെയ്യും. വേണ്ടിവരും. കാരണം ഞാൻ ചെയ്യുന്ന സേവനങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ടുള്ള സർവീസ് ചാർജ് വാങ്ങിക്കുന്ന ആളാണ്. ഞാൻ സൗജന്യ സേവനം കൊടുക്കുന്നത് ഈ പറഞ്ഞതുപോലെ എൻ്റെ അടുത്ത് എത്തുന്ന സൗജന്യ സേവനം ലഭിക്കണമെന്നുള്ള ആൾക്കാർക്ക് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി സൗജന്യ സേവനം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അത് അവർക്ക് അതിനുള്ള അർഹത ഉണ്ടാവണം. പിന്നെ സംസ്ഥാന സർക്കാർ തന്നെ ആവശ്യം സൗജന്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുത്താൽ മതി. നമുക്ക് അതിന്റെ ബോധവൽക്കരണം കൊടുത്ത് വാങ്ങിച്ചു കൊടുത്താൽ മതി. അതായത് നമ്മുടെ കയ്യിൽ നിന്നൊന്നും ആർക്കും കൊടുക്കേണ്ടി വരുന്നില്ല. ഞാൻ ചെയ്യുന്ന സർവീസിന് ചില സേവനങ്ങൾ നമ്മൾ ഒഴിവാക്കി കൊടുക്കാം. അതാണ് അവസ്ഥ. ഇനി 10 മിനിറ്റാണ് നമ്മുടെ ഡ്യൂറേഷൻ. 3ാമത്തെ സെഷൻ വേണമെന്നുള്ളത്, അതോ നമ്മൾ ഡാർക്ക് സെഷനിലേക്ക് പോയാൽ മതിയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതിപ്പോ എന്തായാലും ഇപ്പൊ ഈ കാര്യങ്ങൾ ഏകദേശം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് ശരിക്കും സാറിന്റെ അസംഷൻ അനുസരിച്ചിട്ടും, അസംഷൻ അല്ല, സാറിന്റെ എക്സ്പീരിയൻസ് ആണ് ശരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു സെഷൻ ഇന്ന് നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം അല്ലേ? കൺക്ലൂഡ് ചെയ്യാം. ഡാർക്ക് സെഷൻ നമുക്ക് വേറെ പോവാം. തീർച്ചയായിട്ടും അതാണ് ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു സെഷൻ ആയിട്ട് കൊണ്ടുപോകണം. ഇതിപ്പോ നമ്മൾ കുറച്ചും കൂടെ തമാശ പറഞ്ഞ് ചർച്ച ചെയ്യുന്ന അവിടെ ശാസ്ത്രീയതയാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ മനുഷ്യ മനസ്സുകളിലേക്ക് എങ്ങനെ ഇവർ കടന്നു ചെല്ലുന്നു, ഒരാൾക്ക് എങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്നു, എങ്ങനെ ഇത്ര അടിമകളാവുന്നു, അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് വരാൻ എന്ത് ചെയ്യണം, അത് പെട്ടുപോയി കഴിഞ്ഞാൽ എത്രമാത്രം നമ്മൾ ഡാമേജ്ഡ് ആവും എന്നൊക്കെ നമുക്ക്. ഞാൻ ഒരു കാര്യം സുധീറിനടുത്ത് പറയാം. ഞാൻ നേരിട്ട് വെല്ലുവിളികൾ ചെറുതായിരുന്നില്ല അതിനകത്ത്. അതെനിക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. ഞാൻ ഈ ചിരിച്ച് ഇവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി എനിക്ക് ഒരുപാട് പ്രിക്കോഷൻ സ്റ്റെപ്പുകൾ എടുക്കണമായിരുന്നു, ഒരുപാട് അഡ്വൈസസ് തേടണമായിരുന്നു. അതിനൊക്കെ ശേഷം പിറ്റേ ദിവസം വന്നിട്ട് ഇതൊക്കെ വിശ്വസിച്ച പോലെ അഭിനയിച്ച് എനിക്ക് അവിടെ പിറ്റേ ദിവസം എക്സ്പീരിയൻസ് പറയണമായിരുന്നു. ഇതെല്ലാം എനിക്ക് വെരി ബിഗ് ചലഞ്ച് ആയിരുന്നു. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം മനസ്സുകൾ വെച്ചും ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചും ഒക്കെ കളിക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്കറിയാം. നമ്മൾ അടിമയായിട്ട് ജീവിക്കാൻ എളുപ്പമാണ്, അടിമയായിട്ട് അഭിനയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓരോ സമയത്തും നമ്മുടെ മനസ്സ് നമ്മളെ ഇങ്ങനെ ഹോണ്ട് ചെയ്തോണ്ടിരിക്കുന്നത്. എന്തിനാണ് നീ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ തോന്നും. മനസ്സിലായി? അതെ. നമുക്ക് ലോജിക് ഉണ്ടല്ലോ. നമുക്ക് ബാക്കിയുള്ളവരുടെ ലോജിക് എങ്ങനെയാ ഇല്ലാതാകുന്നത്, അതാണ് നമ്മളുടെ. നമുക്ക് ലോജിക്ക് എന്നാലും അപ്പുറം ഞാൻ പറഞ്ഞില്ല, നമ്മൾ മുകളിലേക്ക് മറ്റേ കണക്റ്റഡ് ആണ്. അല്ല, അതുപോലും വർക്ക് ചെയ്യുന്നത് സാറിന്റെ ലോജിക്കിൽ നിന്നാണല്ലോ ശരിക്കും, അല്ലെ? അതെ. അങ്ങനെ പറയണമെന്ന് പോലും, അതായത് ഇപ്പൊ ഇയാൾ കാണിച്ചു തരുന്ന വഴിയിൽ നിന്ന് മറ്റേയാളിലേക്കുള്ള വഴിയിലേക്ക് എത്താമെന്നുള്ള ആ ഒരു തോന്നല്, അങ്ങനെ പറയാം, എനിക്ക് അങ്ങനെ പറഞ്ഞാൽ ഇതിവിടെ നിലനിൽക്കാം എന്ന് പറയുന്ന ആ ഒരു തോന്നൽ പോലും സാറിന്റെ ലോജിക്കാണല്ലോ, അല്ലെ? അതുപോലും മറ്റവർക്കില്ലല്ലോ. തെറി വിളിച്ചാലും ചീത്ത വിളിച്ചാലും കേട്ടോണ്ടിരിക്കുന്നത് ലോജിക്ക് എന്ന് പറയുന്ന സാധനം ഇല്ല.
ഇല്ല. ഇവരുടെയൊക്കെ ക്ലാസ്സുകളിൽ ഇവർ പറയുന്നത് അത് തന്നെയാണ്. ഞാൻ ഇവരോട് എല്ലാവരോടും ഞാൻ എൻ്റെ വീഡിയോസിൽ പറയുന്നത് ഇവർ ലോജിക്ക് എടുത്ത് കളയി, യുക്തിപരമായിട്ട് ഉം, ചിന്തിക്കല്ലേ, എന്തോ എനർജി കണക്ട് ചെയ്യാണ്. ഈ ഉം, ഹ്യൂമൻ ടെക്നോളജി ആണെന്ന് പറഞ്ഞ് ഒരുത്തൻ, ദൈവത്തിന്റെ നേരിട്ടുള്ള ഉം, പവറാണെന്ന് പറഞ്ഞ് വേറൊരുത്തൻ. ഉം. ഈ പവറൊക്കെ നമുക്ക് അല്ല കിട്ടുമായിരുന്നെങ്കിൽ. അല്ല ഇതിനകത്ത് ഒന്നേ ഉള്ളൂ സുധീർ. ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇവരിലൊക്കെ ഇവരിങ്ങനെ പറ്റിച്ചുണ്ടാക്കുന്ന പണമുണ്ട്. ഇവർക്ക് ആരുമായിട്ട് വേണമെങ്കിൽ ഫൈറ്റ് ചെയ്യാം. നമ്മളെപ്പോലുള്ളവർക്ക് നമ്മൾ വളരെ സ്ട്രഗിൾ ചെയ്യണം അത്തരം കാര്യങ്ങളുണ്ട്. ഇവരോടൊക്കെ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മൾ വളരെ സ്ട്രഗിൾ ചെയ്യും. പക്ഷെ എനിക്ക് ഒരു സർക്കാർ സംവിധാനം എൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ട്. അത് അവരുണ്ട് 100%. അതുകൊണ്ടാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുന്നത്. പക്ഷെ നമുക്ക് അതൊന്നും ഇല്ല. നമ്മളെ ഒരു ഒറ്റത്തടിയായി ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നൊരു ഒറ്റ പ്രതീക്ഷ മാത്രമേ യു ഉള്ളൂ. യു യു ആർ വെൽക്കം. ഞാൻ ആ സംവിധാനത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. അപ്പൊ പിന്നെ നല്ലൊരു ബാക്കപ്പ് അവിടെ നിന്ന് കിട്ടും. അതുകൊണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഐ അപ്രിഷിയേറ്റ് ദാറ്റ്. എന്ന് വെച്ചാൽ നമ്മള് നമുക്ക് പണ്ട് എന്തൊക്കെ തൊട്ടേ ചെയ്യാൻ പറ്റുന്ന ആലോചിക്കും. പണ്ട് തൊട്ടേ അല്ല നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ കാര്യങ്ങളൊക്കെ നാട്ടില് വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഏതൊക്കെ വഴിക്ക് നമുക്ക് നീങ്ങാൻ പറ്റുന്നത് നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും. ഞാൻ പ്രേക്ഷകരോടും കൂടെ പറയുകയാണ്, വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നൊരു ആക്ട് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അല്ല, ഏതൊക്കെ രീതിയിൽ ഈ സംരക്ഷണം ഈ കിട്ടും. കാര്യത്തിൽ എനിക്ക് എന്റെ എക്സ്പെക്ടേഷൻ മുഴുവനും എന്റെ കൂടെ നിൽക്കുന്ന ഈ ആളുകൾ സപ്പോർട്ട് ചെയ്യുമെന്നാണ്. പക്ഷെ ഇവര് നമ്മളുടെ വീഡിയോസ് ഒന്നും ഇവർ ഷെയർ ചെയ്യുന്ന പോലും ഇല്ല. മോഹ്സാൻ അവര് ടീം വെച്ചിട്ട് 6 കോടി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഷെയർ ചെയ്തത്. പക്ഷെ നമ്മള് ഇവരുടെയൊക്കെ ലൈഫ് റിട്ടേൺ കൊടുക്കാന്നാ പറയുന്നത്. എന്നിട്ട് ഇവർ അതെ. എന്തുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യാത്തതെന്ന് ശരിക്കും ഞാൻ ഇങ്ങനെ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം. ഇത്രയും എഫേർട്ട് എടുത്തിട്ട്. ലൈഫ് നിങ്ങൾ അവിടെ 6 കോടി കിട്ടാനുള്ള ആളുടെ ലൈഫ് റിട്ടേൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ പൈസയല്ലേ പോകുന്നത്. അതല്ലേ വിഷയം. അല്ല, അവരല്ല, ബിഗ് ലോസ് അല്ലേ. അവരെന്തായാലും പോയി. അവര് വേറൊരു പോയി. സ്റ്റേറ്റിലാണ്, അവരുടെ മൈൻഡ് വേറൊരു അതെ. സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ അവർ ആ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ, ഞാൻ ആ ഡാർക്ക് സൈഡിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വളരെ ഇമോഷണലാണ്. അത് അതെ അതെ, അല്ല എനിക്കത് മനസ്സിലായി. അത് മാത്രമല്ല, എനിക്കതിന് ഇപ്പൊ നമ്മളുടെ ഈ എനിക്ക് ഒരു വളരെ വളരെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. ദുഃഖമുണ്ട്. പലരായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നാറുണ്ട് അവരോട്. പല എനിക്ക് ആളുകളും നമുക്ക് അങ്ങനെ പറഞ്ഞു നിർത്താം. അതായത് ഞങ്ങൾക്ക് അല്ലെ എനിക്ക് നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. ഡാർക്ക് സൈഡിനെ കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോവുമായിട്ട് നമ്മൾ അതിൽ വരും. പെട്ടുപോയ സ്റ്റേ ആളുകളോട് ട്യൂൺ അങ്ങയുടെ സ്റ്റേ ട്യൂൺഡ് വിത്ത് അസ്. അങ്ങയുടെ ഹൃദയം നിറഞ്ഞ സഹതാപം രേഖപ്പെടുത്തുകയാണ് അല്ലേ അതിൽ പെട്ടുപോയ അതല്ലേ ആളുകൾ. പറയാൻ പറ്റുള്ളൂ. അതല്ലേ പറയാൻ പറ്റും. അത്രേ പറയാൻ പറ്റുള്ളൂ. ഇത്രയും നല്ല ചാൻസ് കിട്ടിയിട്ടും നിങ്ങൾ പുറത്തു പോകണമെങ്കിൽ പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടും അത് പുറത്തു പോകണ്ട, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് പറയുന്നവരോട് നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. നിങ്ങൾ അനുഭവിക്കുക. പക്ഷെ വലിയ വില നിങ്ങൾ നൽകേണ്ടി വരുമല്ലോ. അതാണല്ലോ എന്നെ സംബന്ധിച്ച് ഞാൻ അതെ. അതിൻ്റെ അകത്താണ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ഒരു മനുഷ്യജീവനാണെങ്കിലും ചുറ്റുമുള്ള സഹജീവികളുടെ ഒരു പ്രശ്നമാണെങ്കിലും ഒക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ ചിലപ്പോൾ അത് ഹട്ടാവാറുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ടാണ് അല്ല, ഇത്രയും. നമുക്കത് ഞാൻ കുറച്ച് എമോഷണലാണ്. നമുക്കത് നിർത്താം. നമുക്ക് മതി. അതെ അതെ, ഈ തീർച്ചയായിട്ടും സംസാരം തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലായി. ഞാൻ ചിരിക്കുന്നതേ ഉള്ളൂ. എനിക്ക് ഉള്ളു വിങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ്. അതെ അതെ അതെ, അല്ല അത് ആ കുറെ ആളുകളെ ആളുകൾ. കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഒരുപാട് വേദനയുണ്ട്, എനിക്കും ഒരുപാട് വിഷമമുണ്ട്. അതെ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അതെ. എഫേർട്ട് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഉം. ഇത്രയും വീഡിയോസ് ചെയ്ത് ഇത്രയും സമയം പല കാര്യങ്ങൾ മാറ്റി നമുക്ക് വെച്ചിട്ടാണ് നിങ്ങൾക്ക് നമുക്ക് വേണ്ടിയിട്ട്. ഡാർക്ക് സൈഡിനെ കുറിച്ച് അതെ, നമുക്ക് മനുഷ്യരെ വേറൊരു ഞാൻ ദിവസം. ഇതൊക്കെ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇത് ബോധം ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയോ. ഇപ്പം ഇദ്ദേഹം എൻ്റെ കൂടെ വരുമെന്ന് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എനിക്ക് മുൻപരിചയം ഉണ്ടായിട്ടോ യാതൊരുവിധ ആ, മുൻപരിചയം പോലും ഇല്ല. ഈ പുള്ളി എന്നെ ചീത്ത വിളിക്കാൻ, തെറി വിളിക്കാൻ വേണ്ടിയാണ് ഈ മോഹൻസാന്റെ വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് വന്നിട്ടുള്ളത്. വാട്സാപ്പിൽ പോലും അന്ന് പോലും കട്ടയ്ക്ക് തെറി വിളിച്ചിട്ടുണ്ട് ഇങ്ങേര്. അപ്പൊ പോലും എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ഇന്റർവ്യൂ പോലും ഇങ്ങേര് അന്ധമാണ്, അടിമയാണെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് പോയ ആളോട് ഞാൻ അന്നേരം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ തന്നെ ഇത് കിട്ടിയില്ല എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ചലഞ്ച് ചെയ്തതിന് ശേഷമാണ് പുള്ളി പറഞ്ഞത് ഞാൻ കേസ് കൊടുക്കും എന്ന് പറഞ്ഞത്. അപ്പൊ എന്നെ ഒന്ന് കാണിക്കണം, അത് ആ ഒരു ധൈര്യം കേസല്ല, കാണിക്കണം. പരാതി. അതെ കേസല്ല, അതെ, പരാതി. 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 അതെ, പരാതി കേസ് കൊടുക്കാൻ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. കേസിടാൻ ഞാൻ മജിസ്ട്രേറ്റ് ഒന്നല്ല. പരാതി അതെ, കൊടുക്കും. അദ്ദേഹം പരാതി കൊടുക്കുമെന്ന് ബാക്കി പറഞ്ഞു. അപ്പൊ ഞാൻ പറയാം, എന്നെ നിങ്ങളൊന്ന് കാണിക്കുകയാണെങ്കിൽ, അങ്ങനെ പരാതി കൊടുക്കുകയാണെങ്കിൽ എന്നോട് പറയണമെന്ന് പറഞ്ഞു. പരാതി കൊടുത്ത അന്ന് പറഞ്ഞു എനിക്കൊരു മെസ്സേജ് ഇട്ടു, 11 മണിക്ക് ഞാൻ 11 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്യും, നിങ്ങൾ അതിനുശേഷം ഞാൻ നിങ്ങൾ ചെയ്യുമെന്ന്. ആ പരാതിയുടെ റെസീറ്റ് കാണിച്ചില്ലേ? ഇവിടെ നിങ്ങൾ ഇന്ന് കാണിച്ചില്ല വീഡിയോയിലുണ്ട്. ആളുകൾക്ക്? നമ്മളുടെ വീഡിയോ ചെയ്തിരുന്നു ഞാൻ. ഏതാ ഇൻട്രൊഡക്ഷൻ വീഡിയോ അല്ലേ? നമ്മുടെ വേറൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഓക്കെ നമ്മൾ ഓക്കെ ഓക്കെ. കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ പേരും അഡ്രസ്സും എല്ലാം ഹൈഡ് ചെയ്തിട്ടാണ് കാണിച്ചേക്കുന്നേ ഉള്ളൂ. പേരുണ്ട്, നമ്പർ. അത് അത് കാണിക്കാലോ. അല്ല, അത് ഒരു എനിക്ക് പ്രൈവസി ഇഷ്യൂ ഉണ്ടല്ലോ. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡാറ്റയൊക്കെ എടുത്ത് ആരെങ്കിലും ആധാർ കാർഡിന്റെ നമ്പറും ഒക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അല്ല, ഞാൻ കേരളത്തിലുണ്ട്, പാലക്കാട് ജില്ലയിലുണ്ട്, നെന്മാറയിലുണ്ട്. അപ്പൊ എനിക്ക് അതൊന്നും അങ്ങനെ അല്ല, പേടിയൊന്നുമില്ല. അങ്ങനെ എന്താ ആ പേടിയുടെ അല്ല, നമ്മുടെ എനിക്ക് ഐഡന്റിറ്റിയിൽ നമ്മുടെ നമ്മൾ ഈ അഡ്രസ്സും. നമ്മൾ ഇവരെയൊക്കെ പേടിച്ചു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവരും തമ്മിൽ എന്താ വ്യത്യാസം? ഇവനെയൊക്കെ പേടിക്കാൻ എന്തിരിക്കുന്നു? ഇവനെയൊക്കെ എന്ത് പേടിക്കാനാ? അതെ.
ഇവനെയൊന്നും ഒരാളും അത്രേ ഉള്ളൂ. ഇവനെയൊന്നും പേടിക്കരുത്, ഇവനെയൊക്കെ അവിടെ പേടിക്കുകയാണ് വേണ്ടത്. ആള് തന്നെ നമ്മളോട് പറഞ്ഞിട്ടില്ലേ, ജനനവും മരണവും നീയെ നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ജീവിതം നീയല്ല നിശ്ചയിക്കുന്നത്, അത് അതെ, വേറൊരാളെ നിശ്ചയിക്കുന്നതാന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ എന്താ പേടി? അത്രേ ഉള്ളൂ. നമുക്ക് നമ്മുടെ റോള് അഭിനയിച്ച് തീർത്താൽ പോരെ? തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ റോള് ബാക്കിയുള്ള, അതായത് ജീവിച്ചിരിക്കുമ്പോൾ ഒരു കയ്യപ്പ് ചാർത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തോ ജീവിതം അതെ കൊണ്ടുള്ള അർത്ഥം. ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. നമ്മളുടെ ചുറ്റും നിൽക്കുന്ന ഒരു അതെ 10 പേർക്ക് നമ്മളെ കൊണ്ട് ഇപ്പം ലൈക്ക് അടിക്കുന്നത്, നിങ്ങൾ ചെയ്തത് നന്നായി ബ്രോ, നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ് മോനെ എന്ന് വിളിച്ചു പറയുന്ന അപ്പൊ കുറച്ച് ആളുകൾ. നാണമുണ്ടോ എന്ന് ചോദിച്ച സഹോദരിയോട്, നാണമുണ്ട്, മാനമുണ്ട്, അഭിമാനമുണ്ട്. അതുകൊണ്ടാണ് അത് നമ്മൾ കൂടാതെ ഫൈറ്റ് തന്റെ ചെയ്യുന്നത്. ഇടമുണ്ട്, അത് കൂടെ പറഞ്ഞോ. അല്ല, അത് അതൊക്കെ അവര് തീരുമാനിക്കട്ടെ. ആരോട്? നമ്മുടെ എതിരാളികൾ ശക്തരാകുമ്പോഴേ നമ്മൾ ശക്തരാവുള്ളൂ. നമുക്ക് അത്രേ ഉള്ളൂ. എതിരാളികൾ വളരെ ദുർബലനാണെങ്കിൽ നമ്മൾ ശക്തരല്ല. അതെ, അതാണ് അതിന്റെ ഫാക്ട് സൈഡ്. ഒരു അപ്പൊ എന്തായാലും നല്ലൊരു ഒരു അഞ്ചാറ് ഉറുമ്പുകളെ ചവിട്ടി തോൽപ്പിച്ചിട്ട് ചവിട്ടി തോൽപ്പിക്കുന്നത് നേരെ വരുന്ന ഒരു കാട്ടുപന്നി എടുത്ത് മലർത്തി അടിക്കുന്നതാണ് റിസ്ക് ആയിട്ടുള്ള കാര്യം. മനസ്സിലായി? എന്തായാലും നിങ്ങളെ ആ ഒരു ഡാർക്ക് റൂമിൽ കയറി ഇരുന്നിട്ട് നിങ്ങൾ ഇത്രയും പരിപാടി ഒപ്പിച്ചപ്പോഴേ ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ടാലന്റ് ആൻഡ് യുവർ എഫേർട്ട്. ഡാർക്ക് റൂം ഒരു പെയിൻഫുൾ ഒരു മെമ്മറിയാണ്. നമുക്കത് അടുത്ത ഇതിൽ നമുക്കത് സീരിയസ് ആയിട്ട്, തീർച്ചയായിട്ടും, അത് തീർച്ചയായിട്ടും. സീരിയസ് ഒരു അത് സെഷൻ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതിന് അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ഒരുപാട് ആയിട്ട് തന്നെ ഒന്ന് കാര്യങ്ങൾ. സംസാരിക്കണം. എന്ന് വെച്ചാൽ ഈ ഇത്രയും അതെ. മനുഷ്യര് സാധുക്കളാണ്, ഈ അല്ല, പോയിരിക്കുന്ന ആളുകളൊക്കെ ഈ പാവങ്ങൾ. രണ്ട് വീഡിയോ കണ്ടിട്ട് ആളുകൾ അത് ആവശ്യപ്പെടണമെന്ന് നോക്കട്ടെ. അപ്പോഴത്തേക്കും ഇതിന്റെ എൻക്വയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. അവർക്ക് ഞാൻ രേഖകൾ കൈമാറട്ടെ. ഓക്കെ, അപ്പൊ അതിനൊക്കെ നമ്മുടെ ശേഷം മീറ്റിംഗ് നമുക്ക് എന്തായാലും ഇനി 1 മിനിറ്റും കൂടെ ഉള്ളൂ. ആ, 1 മിനിറ്റിനുള്ളിൽ കഴിയും. അപ്പൊ എന്തായാലും ഉം. എല്ലാവരും ഈ വീഡിയോ കാണുക. ഇത് എഡിറ്റ് ചെയ്യത്തില്ല, ഇത് അങ്ങനെ തന്നെ ഞാൻ യൂട്യൂബിൽ ഇടത്തേ ഉള്ളൂ. നിങ്ങൾ ഇത് കാണണം. നിങ്ങൾ ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് എന്ത് സപ്പോർട്ട് അടുത്ത നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇത്തരം തട്ടിപ്പ് ഇത് വീണ്ടും പുതിയ പേരിൽ വരികയാണ്, വീണ്ടും പുതിയ പേര് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അവന്മാര് വരുന്നത് ഇനി ഫ്രീ എന്നും പറഞ്ഞുകൊണ്ടാ, പക്ഷെ അതിൻ്റെ അകത്ത് അടിമപ്പെടുകയാണ് മനുഷ്യര്. അവരുടെ ജീവനും സ്വത്തിനും കുടുംബത്തിനും ബന്ധത്തിനും എല്ലാം വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യണം. നമ്മൾ ഇത്രയും എഫേർട്ട് എടുക്കുക, അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇതൊക്കെ കൊണ്ടുവരുന്നത്. ഒന്നും മോഹിച്ചിട്ടോ ഒന്നും ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു സെഷൻ താങ്ക് യു സർ. അവസാനിപ്പിക്കുകയാണ്. അപ്പൊ താങ്ക് യു സത്യദാസ് സർ, താങ്ക് യു സോ മച്ച്.